ഡയറക്റ്റ് ആയിട്ട് ഒരു ടെക് ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. സോ യൂഷ്വലി ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്താണ് എല്ലാം ചെയ്യുന്നത്. ഒരു യൂഷ്വൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഒരു അതേ സ്റ്റൈല് തന്നെയാണ്. കാരണം നമ്മൾ മറ്റ് ഇമേജസ് വിളിക്കുമ്പോഴും മറ്റ് എക്സ്ട്രാ ഫയൽസ് വിളിക്കുമ്പോഴും നമ്മൾ അതിന്റെ ലൊക്കേഷൻ ഇതിന് പറഞ്ഞു കൊടുക്കണം. നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇപ്പോൾ പൈത്തൺ ആണെങ്കിൽ ഒരു ഡാറ്റ ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണം. ഇതെല്ലാം ഒരു ഫോൾഡറിൽ തന്നെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ഫയൽ നെയിം മാത്രം കൊടുത്താൽ മതി. സോ യൂഷ്വലി ഞാൻ അങ്ങനെയായിരിക്കും ചെയ്യുന്നത്. സോ ക്രിയേറ്റ് എ ഫോൾഡർ. പിന്നെ നമുക്ക് ഇന്നത്തെ ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാം. സോ മൈ റിപ്പോർട്ട് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു ജസ്റ്റ് ഫോർ കൺവീനിയൻസ്. അല്ലെങ്കിൽ ഇതെല്ലായിടത്തും വാരി വിതറി കിടക്കുന്ന പോലെയാവും. സോ ആ ഫോൾഡറിൽ ഇപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, ഒരു ബ്ലാങ്ക് ഫോൾഡറാണ്, നത്തിങ് ഇൻ ദ ഫോൾഡർ. സോ നമുക്കൊരു ടെക് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ലിനക്സ് സിസ്റ്റം ആണ്. സോ ഫെഡോറ OS ടു ബി സ്പെസിഫിക്. എൻ്റെ കയ്യിൽ ഉള്ളത് ടെക് ലൈഫ് ഫുള്ളാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത്. അതിൽ ഇന്നലെ പറഞ്ഞു കുറച്ച് ടെക് മാത്രം മതി, നമുക്ക് എല്ലാം കൂടി വേണ്ട. ദാറ്റ് ഈസ് ട്രൂ. പക്ഷേ എനിക്ക് എന്തോ അന്നേരം കുറച്ച് ഡാറ്റ എക്സ്ട്രാ ഉണ്ടായിരുന്നതുകൊണ്ട് സോ 5 GB വാസ് ഓക്കെ ഫോർ മീ. അതുകൊണ്ട് ഞാൻ ടെക് ലൈവ് ഓൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഞാൻ ഫുൾ അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചു. ടെക് ലൈവ് ഓളിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതെല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടാവും ഓൾമോസ്റ്റ്. അതുകൊണ്ട് തന്നെ എനി സംഹൗ എന്തെങ്കിലും പാക്കേജ് മിസ്സിംഗ് ആണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ നമുക്ക് എല്ലാം അതിൻ്റെ അകത്ത് വൺ പ്ലേസിലുണ്ടാവും. സോ നത്തിങ് ടു വറി അബൌട്ട്. സോ ഞാൻ ഉപയോഗിക്കുന്നത് ടെക് സ്റ്റുഡിയോ തന്നെയാണ്. ഇപ്പം ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ വേറെയും ഒരു ടെക് എഡിറ്റർ ഉണ്ട്, ഒരു കയൽ എന്ന് പറഞ്ഞ ടെക് എഡിറ്റർ ഉണ്ട്. ലൈക്സ് ഒരു ടെക് എഡിറ്റർ പോലത്തെ ഒരു വസ്തുവാണ്, ബട്ട് നോട്ട് എക്സാക്ട്ലി ടെക്. പിന്നെ ഇതിൻ്റെ അകത്ത് ടെക് മേക്കറും ഉണ്ട്. ഇതെല്ലാം ബൈ ഡിഫോൾട്ട് ഉണ്ടായിരുന്നതാണ്, ബട്ട് ഐ ആം കൺവീനിയൻറ്റ് യൂസിങ് ടെക് സ്റ്റുഡിയോ. സോ ടെക് സ്റ്റുഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഇമേജോടുകൂടി അത് ലോഡായി വരും. സോ ഇതാണ് ബേസിക് ടെക് സ്റ്റുഡിയോ. അപ്പോൾ അതിൽ ഇന്നലെ ടെക് സ്റ്റുഡിയോനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. എന്നാലും നമുക്ക് ഒന്ന് കൂടെ റിഫ്രഷ് ചെയ്ത് നോക്കാം. സോ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഫയൽ, എഡിറ്റ്, IDFX ടൂൾസ്, ലാറ്റെക്, മാത്ത് വിസർ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം ക്ലിക്ക് ചെയ്തിട്ട് കുറേ ഓപ്ഷൻസ് ഒക്കെ വരും. നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ നമ്മളൊന്ന് ചെയ്യുന്നതായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഐക്കൺസ് ആണ് ഇവിടെ. 2 ട്രയാങ്കിൾസ് സൂപ്പർപോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബിൽഡ് ആൻഡ് വ്യൂ ഉണ്ട്. അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ജസ്റ്റ് കമ്പൈൽ മാത്രമാണ്. കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് കമ്പൈൽ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ആ പുതിയ എഡിറ്റ് ചെയ്ത ടെക്ക് കാണാൻ, മീൻസ് PDF കാണാൻ പറ്റത്തില്ല. ബിൽഡ് ആൻഡ് വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദ ഹോൾ എല്ലാം ചെയ്ത് കിട്ടും. അതിൻ്റെ സൈഡിലായിട്ട് ഇപ്പോൾ ഒരു ഗ്രേ കളറിലാണ് എങ്കിലും റൺ ചെയ്യുമ്പോൾ അത് റെഡ് കളറാവും. നമുക്ക് കമ്പാരിലേഷൻ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. വേറെ എന്തെങ്കിലും അത്യാവശ്യം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പാരിലേഷൻ സ്റ്റോപ്പ് ചെയ്യാനും. ഈ 3 ഐക്കൺസ് ആണ് നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുക. പിന്നെയും കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ, ബട്ട് അത് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതിയാവും. പിന്നെ സൈഡ് പാനലിൽ കുറച്ച് ആൾക്കാരുണ്ട്. ഒരു ക്യാപിറ്റൽ B, ക്യാപിറ്റൽ I, ക്യാപിറ്റൽ U, ഇങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. കാണുമ്പോൾ വേർഡ് പോലെ തോന്നും, ബട്ട് വി വിൽ നെവർ യൂസ് ഇറ്റ്. വൺസ് നമ്മൾ ടെക്കിന് കുറച്ച് കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല, അല്ലാതെ തന്നെ ചെയ്യും. താഴത്തെ ലെഫ്റ്റ് കോർണറിൽ 2 ഐക്കൺ കാണാം. സോ വൺ ഈസ് സൈഡ് പാനൽ. സൈഡ് പാനൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സൈഡിൽ പാനൽ കിട്ടും, ടെക്കിൻ്റെ സ്ട്രക്ചർ. ഫോർ എക്സാമ്പിൾ നമ്മളൊരു റിപ്പോർട്ട് എഴുതുമ്പോൾ അതിൻ്റെ കണ്ടന്റ് പേജ്, ഫസ്റ്റ് ചാപ്റ്റർ, സബ് സെക്ഷൻസ്, ഇതെല്ലാം സ്ട്രക്ചറലി നമുക്കിവിടെ കാണാൻ പറ്റും. ഒബിയസ്ലി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഐക്കൺസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സിമ്പിൾസ് വേണമെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു സിമ്പിൾ, അതിൻ്റെ പേരറിയില്ല, ബട്ട് സിമ്പിൾ സംവാട്ട് ലുക്സ് ലൈക്ക് ദിസ്, ഒരു ഇൻവേർട്ടഡ് ക്യാപിറ്റൽ പൈ പോലെയാണെങ്കിൽ നമുക്കത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ പേര് മുകളിൽ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പേര് അവിടെ കമൻ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു സ്ലാഷ് വെച്ച്, \/ വെച്ച് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് അതിൻ്റെ ഒരു പേര് വരും ഓൾ ടൈംസ്. സോ അങ്ങനെയൊക്കെ ഓരോരോ ഓപ്ഷൻസുകളെല്ലാം ഇവിടെ ഉണ്ടാവും. അടുത്ത ഒരു പാനലാണ് താഴത്തുള്ള സെക്കൻഡ് പാനൽ. ദാറ്റ് ഈസ് എ മെസ്സേജ് വ്യൂവർ. അതിൽ മെസ്സേജസും ലോഗും റിവ്യൂവും സെർച്ച് റിസൾട്ടും എല്ലാം വരും. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു വേർഡ് സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് ആൻഡ് റീപ്ലേസ്, അങ്ങനത്തെ പല ഓപ്ഷൻസുകളും ഇവിടെ ഉണ്ടാവും. നമുക്കതെല്ലാം ഒന്ന് നോക്കാം. യൂഷ്വലി ഞാനിതെല്ലാം ഹൈഡ് ചെയ്ത് വെക്കാറുണ്ട്, കാരണം കൂടുതൽ സ്പേസ് കിട്ടാൻ വേണ്ടി. അതർവൈസ് യു ക്യാൻ കീപ്പ് ഓൺ ആഡിങ് ഓൾ ദീസ് തിങ്സ്. ഇതെല്ലാം ഓൺ ചെയ്ത് വെച്ചാൽ അധികം സ്ഥലമൊന്നും പോകത്തില്ല, ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് ചെയ്യാം. ബട്ട് എനിക്ക് കുറച്ച് സ്ഥലം ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനതെല്ലാം ഹൈഡ് ചെയ്ത് വെക്കും. സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മൾ ഫയൽ എടുക്കുന്നു, ഒരു ന്യൂ എടുക്കാം, അല്ലെങ്കിൽ ന്യൂ ഫ്രം ടെംപ്ലേറ്റ് എടുക്കാം. സോ ടെംപ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബൈ ഡിഫോൾട്ട് അവൈലബിൾ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇന്നലെ അതിൽ കാണിച്ചായിരുന്നു, ലൈക്ക് ആർട്ടിക്കിൾസ് ഉണ്ട്. ആർട്ടിക്കിൾ ഏതാണ്ട് ഇതേപോലെ ഇരിക്കുന്ന ആർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്യാം. ആർട്ടിക്കിൾ ഫ്രഞ്ചൈസസ് ഓർ ബീമർ ഒരു ബൈ ഡിഫോൾട്ട് കാണിച്ചിട്ടില്ലെങ്കിലും കുറേ ബീമറിൻ്റെ ഓപ്ഷൻസ് ഇതിലുണ്ട്. ഒരു ബുക്ക് ക്രിയേറ്റ് ചെയ്യാം.
posters, letter, CV. If you want to create ഒരു സയന്റിഫിക് സി വി ഇൻ ദ സെൻസ് ഒരു അക്കാഡമിക് സി വി ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താതെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് വളരെ നല്ലതായിരിക്കും. സോ ഒരു സ്റ്റാൻഡേർഡ് സി വി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓർ ഇഫ് യു വാണ്ട് ടു റൈറ്റ് എ റിപ്പോർട്ട് ഓർ യു ക്യാൻ ക്രിയേറ്റ് യുവർ ഓൺ ടെംപ്ലേറ്റ് ആൻഡ് ആഡ് ടു ഇറ്റ്. സോ നമ്മളിപ്പോൾ ടെംപ്ലേറ്റിൽ ഒന്നും എടുക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ടൊരു ബേസിക് കാര്യം തന്നെ തുടങ്ങുകയാണ്. സോ ഫയൽ ഫ്രം ന്യൂ. സോ ഒരു ബ്ലാങ്ക് പേജ് നമുക്ക് ക്രിയേറ്റ് ആയി വന്നു ആൻഡ് ഇറ്റ് ഈസ് നെയിംഡ് അൺടൈറ്റിൽഡ്. സോ ഐ വോണ്ട് ടു സേവ് ഇറ്റ്. സോ കൺട്രോൾ എസ് സേവ് ചെയ്യാം ഡെസ്ക്ടോപ്പിൽ. എൻ്റെ മൈ റിപ്പോർട്ടിൻ്റെ അകത്ത് ഡോക്യുമെൻ്റ് എന്നാണ് ഡിഫോൾട്ട് നെയിം വരിക, അല്ലെങ്കിൽ വേറെ ചില ടെക്സ്റ്റ് എഡിറ്ററിൽ മെയിൻ എന്ന് വരും. സോ ഐ എം ഗോയിങ് ടു കോൾ ഇറ്റ് മൈ റിപ്പോർട്ട് ആൻഡ് മെയിൻ. ഒരു മെയിൻ എന്നുള്ള ടാഗ് കൊടുക്കുന്നത് നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ ഫയൽസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ടെക്കിൻ്റെ അകത്ത്, വീണ്ടും വീണ്ടും നമുക്ക് ടെക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ ടെക് വിത്തിൻ ടെക് ഇസ് ഓൾസോ പോസിബിൾ. സോ അതുകൊണ്ടാണ് ഞാൻ ഒരു മെയിൻ എന്നുള്ള ഒരു ടാഗ് ഞാൻ പൊതുവെ കൊടുക്കാറുണ്ട്. നിർബന്ധമില്ല, ബട്ട് സ്റ്റിൽ ദാറ്റ് ഇസ് നഫ്. സോ സേവ് ചെയ്യാം. നമ്മളിത് റൺ ചെയ്താൽ ദർ ഈസ് നത്തിങ് ടു ഡു. എമർജൻസി സ്റ്റോപ്പ് ഒന്നും സംഭവിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോൾഡർ ഒന്ന് കയറി നോക്കാം. ആ ഫോൾഡറിൽ എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഫോൾഡറിൽ ഒന്നും വന്നിട്ടില്ല, ജസ്റ്റ് ഒരു ലോഗ് മാത്രമേ ഉള്ളൂ. ആ ലോഗ് ഒന്ന് വ്യൂ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ അകത്ത് അവർ റൺ ചെയ്തു, അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല, സിസ്റ്റം അബോർട്ട് ചെയ്തു, ഇത്രയും മാത്രമേ അതിൻ്റെ അകത്ത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർ ലോഗ് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോൾ റൺ ചെയ്താലും അതെല്ലാം ഈ ലോഗ് ഫയലിൽ ഉണ്ടാവും. സോ നമ്മൾ ഈ മെയിൻ റിപ്പോർട്ട് മൈ റിപ്പോർട്ട് _ മെയിൻ മാത്രം ക്രിയേറ്റ് ചെയ്ത് അഡീഷണലി ഒരു മൈ റിപ്പോർട്ട് മെയിൻ .log അവർ ക്രിയേറ്റ് ചെയ്ത്. ലോഗ് മീൻസ് അതിൻ്റെ അകത്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. സോ ബാക്ക് ടു ദ ടെക്. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാണ്. സോ ഫസ്റ്റ് ഈസ് ഡോക്യുമെൻ്റ് ക്ലാസ്. സോ ഡോക്യുമെൻ്റ് ക്ലാസ് /do എന്ന് കൊടുക്കുമ്പോൾ തന്നെ ചോദിക്കും ബേസിക് ഡോക്യുമെൻ്റ് ക്ലാസ് ഉണ്ട്, ഡോക്യുമെൻ്റ് ക്ലാസ് വിത്ത് കീ വാൽസ് ഉണ്ട്. നമുക്ക് കീ വാൽസ് ഉള്ള ഡോക്യുമെൻ്റ് ക്ലാസ് എടുക്കാം, അല്ലെങ്കിൽ ബേസിക് ക്ലാസ് എടുത്താലും മതിയാവും, ബട്ട് കീ വാൽസ് ഫോർ സം റീസൺ. കീ വാൽസ് ഫസ്റ്റ് നമുക്കൊരു 12 pt സെറ്റ് ചെയ്യാം. സ്റ്റാൻഡേർഡ് 12 അല്ലെങ്കിൽ 11 pt. ബൈ ഡിഫോൾട്ട് 11 pt ആണ്. നമുക്ക് 12 വെച്ച് കുറച്ചുകൊണ്ട് സൈസ് കൂടി കിട്ടും, 10 വെച്ച് കുറഞ്ഞു കിട്ടും, however you want. And A4 is simply just small letter A and capital letter, small letter A and just നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. സോ ഫസ്റ്റ് we'll start with a report, or maybe you can start with an article. EICLE, so article. സോ നമ്മളൊരു ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യാണ്. കുറച്ച് സ്പേസ് വിടുന്നൊരു രീതിയുണ്ട്, നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് അതിന് തൊട്ട് താഴ്ത്ത് അടിച്ചാലും മതി. ബട്ട് നമുക്ക് പാക്കേജസ് എന്തായാലും ആഡ് ചെയ്യണം. സോ ഇറ്റ് ഇസ് ബെറ്റർ ടു ലീവ് സം സ്പേസ്. നമ്മൾ ഇനി കൊടുക്കുന്ന ഡോക്യുമെന്റ് ക്ലാസ് അല്ല, ഇനിയെല്ലാം ബിഗിൻ ആണ്. ബിഗിൻ ഒരു എൻവയറമെന്റ് ക്രിയേറ്റ് ചെയ്യുക. സോ ബിഗിൻ എൻവയറമെന്റ്. സോ നമ്മൾ കുറച്ചും കൂടെ അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബിഗിൻ ഡോക്യുമെന്റ് വരെ. സോ ബിഗിൻ ഡോക്യുമെന്റ് ഞാൻ എൻ്റർ അടിക്കുകയാണ്. സോ ബിഗിൻ ഡോക്യുമെന്റ് എൻഡ് ഡോക്യുമെന്റ്. അപ്പം അതിൻ്റെ അകത്തൊന്നുമില്ല. യൂഷ്വലി വിൽ റൈറ്റ് വിത്ത് ഹലോ. ഒരു ജസ്റ്റ് ഒരു ആർട്ടിക്കിൾ ആൻഡ് ബിഗിൻ ഡോക്യുമെന്റ് എൻഡ് ഡോക്യുമെന്റ്. നമ്മൾ വേറെ പാക്കേജസ് ഒന്നും വിളിച്ചിട്ടില്ല. ബിൽഡ് ആൻഡ് വ്യൂ നോക്കാം. സൈഡിൽ നമുക്ക് ജസ്റ്റ് ഹലോ വേൾഡ് എന്ന് വന്ന് വിത്ത് എ പേജ് ഉണ്ട്. ഇന്നലെ അതിൽ കാണിച്ചതുപോലെ തന്നെ. സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ ഫോൾഡർ. ഫോൾഡറിൽ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വന്നു. ഒരു .aux ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഒപ്പം തന്നെ ഒരു സിപ്പ് ഫയലും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. അത് അവർ ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് ഫയൽസ് ആണ്. അതെന്താണ് ഞാൻ ഇതുവരെ അന്വേഷിച്ച് പോയിട്ടില്ല. ബട്ട് ഇഫ് യു വാണ്ട് ടു ടിക്ക് ഇൻ ടു ദാറ്റ് യു ക്യാൻ ജസ്റ്റ് ഓപ്പൺ ഇറ്റ് ആൻഡ് സീ വാട്ട് ഓൾ ദീസ് തിങ്സ്. സോ അതിൻ്റെ അതൊന്നുമില്ല, ജസ്റ്റ് റിലാക്സ് എന്നാണ് പറയുന്നത്. സോ നമ്മളധികം ബോദർ ചെയ്യേണ്ട ഒരു യൂസർ എൻഡിൽ ഈ ഓക്സിലറി ഫയലും .gs ഫയലും നമ്മൾ അധികം ബോദർ ചെയ്യാറില്ല. ബട്ട് നമ്മൾ തന്നെ ക്ലാസ് ഫയൽസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിനെ കുറച്ചുകൂടെ കൺസേൺ ആയിരിക്കും. എനിവേ, സോ ഹലോ വേൾഡ് കഴിഞ്ഞ് നമ്മളൊരു ആർട്ടിക്കിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇതിന് 2 സെക്ഷൻസ് ആണ് ടെക്കിനുള്ളത്. ഒന്ന് ബിഗിൻ ഡോക്യുമെന്റ് എൻഡ് ഡോക്യുമെന്റിന്റെ അകത്തുള്ള കുറച്ച് സെക്ഷൻസും, പിന്നെ അതിന് പുറത്തുള്ളതാണ് നമുക്ക് കുറച്ച് എന്താ പറയുക, ഇതിൻ്റെ അകത്ത് വേണ്ട യൂസർ പാക്കേജസ് ഒക്കെ ആഡ് ചെയ്യാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ എല്ലാത്തിനും യൂസ് പാക്കേജ് എന്നായിരിക്കും ബൈ ഡിഫോൾട്ട് വരുന്നത്. /use package ആണ് ആ പാക്കേജിന്റെ പേര് കൊടുക്കുക. GRAPHIC. ഇപ്പോൾ ഗ്രാഫിക്സിന് കുറേ പാക്കേജ് ഉണ്ട്. CX ആണ് പൊതുവേ നല്ലത്. ഗ്രാഫിക്സ് പാക്കേജ് ആഡ് ചെയ്യാം. നമ്മൾ കുറച്ച് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് യൂസ് പാക്കേജ് AMS, അമേരിക്കൻ മാത്തമാറ്റിക്കൽ സൊസൈറ്റിയാണ് AMS മാത്ത് ആഡ് ചെയ്യാം. AMS മാത്ത് ആഡ് ചെയ്തില്ലെങ്കിൽ അത്യാവശ്യം മാത്ത് സിമ്പിൾസ് ഒക്കെ വരും. ബട്ട് കമ്പാരിറ്റീവ്ലി AMS മാത്തിൽ കുറച്ചധികം മാത്ത് സിമ്പിൾസ് ഉണ്ട്. നമുക്ക് ചില
മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് എഴുതാൻ വേണ്ടി സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് വേണ്ടി വരും. ചിലപ്പോൾ ഒരു കേളി സി വേണ്ടി വരും. അത് യൂഷ്വൽ പാക്കേജിലില്ലെങ്കിൽ MS മാത്തിൽ മിക്കവാറും ഉണ്ടാവും. ബേസിക്കായിട്ട് ഇത് രണ്ടും ആണ് നമുക്ക് വേണ്ടത്. സോ ഇത് കുറച്ച് പാക്കേജുകളാണ്. ഇനി കോമൺ ആയിട്ട് ഒരു ടെക്കിൽ വേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ, അതായത് ടെക് ഡോക്യുമെന്റിൽ ത്രൂ ഔട്ട് അത് മാത്രമേ ഉള്ളൂ, അങ്ങനത്തെ കുറച്ച് ഒരു പ്രീ ഡിഫൈൻഡ് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അത് ഇവിടെ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ആർട്ടിക്കിൾ യൂഷ്വലി ഹാവ് എ ടൈറ്റിൽ. സോ ജസ്റ്റ് സ്ലാഷ് ടൈറ്റിൽ. സോ കഴിഞ്ഞടിക്കുമ്പോൾ തന്നെ ടൈറ്റിൽ വരും. ക്ലിക്ക് ചെയ്യാം, നമുക്കൊരു ടൈറ്റിൽ കൊടുക്കാം, മൈ റിപ്പോർട്ട് ലാറ്റെക്. ലാറ്റെക് എന്ന് ഇങ്ങനെ എഴുതാതെ ചില ആൾക്കാർ നമുക്ക് ലാറ്റെക്കിന്റെ സിമ്പിൾ തന്നെ ഇതിൻ്റെ അകത്ത് ഒന്ന് കിട്ടും. രണ്ടിൻ്റെ വ്യത്യാസം നമുക്കിപ്പോൾ ഒന്ന് കാണാം. സോ മൈ ലാറ്റെക്. പിന്നെ എൻ്റെ പേര്, ഞാനൊരു ഓത്തറാണ്, സ്ലാഷ് ഓത്തർ. സോ ഐ എം ഗോയിങ് ടു യൂസ് മൈ നെയിം. സോ മനോജ് PM. ബേസിക്കായിട്ട് ഇത്രയും കാര്യമാണ് വേണ്ടത്. ഇനി ഒരു ഡേറ്റ് കൊടുക്കണമെങ്കിൽ ഡേറ്റ് കൊടുക്കാം, വേണമെങ്കിൽ സ്ലാഷ് ടുഡേ. ടുഡേ കൊടുത്താലുള്ള പ്രശ്നം, ഇത് കമ്പയർ ചെയ്യുന്ന ഡേയിലെ ഡേറ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് സേവ് ചെയ്തു നമ്മളൊരു പ്രസന്റേഷൻ കൊടുക്കുകയാണെങ്കിൽ പ്രസന്റേഷൻ തൊട്ട് മുമ്പ് ഒന്ന് കമ്പയർ ചെയ്താൽ ആ പ്രസന്റേഷൻ നടക്കുന്ന ഡേറ്റ് തന്നെ അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. സോ ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. ചിലപ്പോൾ റിപ്പോർട്ടൊക്കെ പ്രീ ഡേറ്റഡ് ആയിട്ട് കൊടുക്കണമെങ്കിൽ അവിടെ ഡേറ്റ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യാം. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം എന്ത് പറ്റുമെന്ന് കാണാം. നത്തിങ് ഹാപ്പൻ, ഒന്നും വന്നില്ല. നമ്മുടെ പഴയ ഹലോ വേൾഡ് അവിടെ ഉണ്ട്, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സ്റ്റിൽ നത്തിങ് ഹാപ്പൻ. ആ ഹലോ വേൾഡ് അവിടെ തന്നെ കിടക്കുകയാണ്, അതൊന്നും വന്നിട്ടില്ല, പോയിട്ടുമില്ല. ബിക്കോസ് ഈ ഡോക്യുമെന്റ് ക്ലാസ്സിൻ്റെ ഇടയിൽ ഒന്നും നമ്മൾ എഴുതിയിട്ടില്ല. സോ നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടത് ആ ടൈറ്റിൽ അവിടെ മേക്ക് ചെയ്യണം. സ്ലാഷ് മേക്ക് ടൈറ്റിൽ. ആ ടൈറ്റിൽ അവിടെ മേക്ക് ചെയ്യാനും കൂടെ പറഞ്ഞു കൊടുക്കുക. റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈറ്റിൽ അവിടെ മേക്ക് ചെയ്യും. ടൈറ്റിൽ മേക്ക് ചെയ്യാൻ പറഞ്ഞില്ലെങ്കിൽ അവർ ടൈറ്റിൽ മേക്ക് ചെയ്യില്ല, പഴയ ലോഗോ തന്നെ കാണിച്ചുകൊണ്ടേയിരിക്കും. സോ മൈ റിപ്പോർട്ട് ലാറ്റെക്. രണ്ട് സിമ്പിൾ ഉപയോഗിക്കുന്നതിൻ്റെ വ്യത്യാസം മനസ്സിലായി. ഇപ്പോൾ ലാറ്റെക്കിന് ജസ്റ്റ് ക്യാപിറ്റൽ ആൻഡ് സ്മോൾ ലെറ്റർ വെച്ച് എഴുതിയാലും ലാറ്റെക്കിൻ്റെ സ്ലാഷ് ലാറ്റെക് വെച്ച് എഴുതിയാലും സ്റ്റൈൽ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. എൻ്റെ പേര് അവിടെ വന്നു ഫെബ്രുവരി. സോ ഇറ്റ്സ് എൻ ആർട്ടിക്കിൾ. സോ ആർട്ടിക്കിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ആർട്ടിക്കിളിൻ്റെ കൂടെ തന്നെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും വരുന്നത്. പിന്നെ ആർട്ടിക്കിളിന് പൊതുവെ അബ്സ്ട്രാക്റ്റുകൾ ഉണ്ടാവും. സോ വി ക്യാൻ ഇൻക്ലൂഡ് ആൻ അബ്സ്ട്രാക്ട് യൂസിങ് സ്ലാഷ് ബിഗിൻ അബ്സ്ട്രാക്ട്. അബ്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് തൽക്കാലം നല്ല മടിയുള്ളത് കൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഗൂഗിൾ വിക്കിപീഡിയ എന്ന് എടുത്തിട്ട് എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു ഫേക്ക് എന്ന് പറയുന്നില്ല, ഫസ്റ്റ് ഒരു അത്യാവശ്യമില്ലാത്തൊരു 2015 ആഫ്രിക്ക കപ്പ് ഓഫ് നാഷണൽ ഫൈനൽ കുറച്ച് കണ്ടന്റ് കിട്ടാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുകയാണ്. ഓക്കെ സോറി. ഓക്കെ, അപ്പോൾ അബ്സ്ട്രാക്റ്റിൻ്റെ അകത്ത് ഞാൻ കുറച്ച് കണ്ടന്റ് സേവ് ചെയ്ത് വെച്ചു. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും അൺഫോർച്ചുനേറ്റ് സിമ്പിൾസ് വന്നിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നെറ്റിൽ നിന്ന് കോപ്പി ചെയ്യുമ്പോൾ ചില സിമ്പിൾസ് ഒക്കെ കയറി വരും. ആ സിമ്പിൾസ് ഉണ്ടെങ്കിൽ എറർ കാണിക്കും. അതർവൈസ് ഇറ്റ് വിൽ കമ്പൈൽ വിത്തൗട്ട് എനി പ്രോബ്ലം. ഇപ്പോൾ ഒരു സെമി ഫൈനലിൻ്റെ ഇടയ്ക്ക് ഒരു ഹൈഫൻ വന്നിട്ടുണ്ട്, യൂഷ്വലി അതൊന്നും പ്രോബ്ലം ഉണ്ടാവില്ല. ചിലപ്പോൾ കോഡ്സുകളൊക്കെ ഇതിൽ അൺറെക്കഗ്നൈസ് സിമ്പിൾസ് ആയിട്ട് കിടക്കും. സോ ബി കെയർഫുൾ. സോ അബ്സ്ട്രാക്ട് നമ്മൾ എഴുതി റൺ ചെയ്യുകയാണ്. സോ ഇറ്റ് കം ലൈക്ക് ആൻ അബ്സ്ട്രാക്ട് എപ്പോഴും കുറച്ച് ടെക്സ്റ്റ് സൈസിനെക്കാട്ടും ചെറുതായിട്ട് നിൽക്കുന്നൊരു കണ്ടന്റാണ്. സോ ഇറ്റ് കംസ് ലൈക്ക് ആൻ അബ്സ്ട്രാക്ട്. നമ്മളൊന്നും ബോദർ ചെയ്യേണ്ട, അതിൻ്റെ പൊസിഷനോ അല്ലെങ്കിൽ എവിടെ വരുന്നു, ഏത് പേജിൽ വരുന്നു, ഇതൊന്നും ബോദർ ചെയ്യേണ്ട. ഇറ്റ് കംസ് വിത്ത് എ ടൈറ്റിൽ അബ്സ്ട്രാക്ട് ആൻഡ് യു ക്യാൻ സീ. പിന്നെ ഇപ്പം നമ്മൾ കണ്ടു കാണുന്ന ഒരു മാഗ്നിഫയർ ഈ PDF വ്യൂവറിൻ്റെ മുകളിലായിട്ട് നമുക്ക് എക്സ്റ്റേണൽ വ്യൂവറിൽ കൊണ്ടുപോയി വ്യൂ ചെയ്യാം. അതിനുവേണ്ടി നമ്മുടെ ഉള്ള എക്സ്റ്റേണൽ വ്യൂവറിൻ്റെ അതിൽ കുറച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ വ്യൂവറിൽ ഡോക്യുമെൻ്റ് തുറന്നു വരും. എൻ്റെ നോർമൽ ഒരു PDF വ്യൂവർ ഉണ്ട്, അതിൽ നമുക്ക് ആ PDF തുറന്ന് കിട്ടും. ഇപ്പോൾ ജസ്റ്റ് 1 പേജ് PDF ആണ്. അല്ല എങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഒരു മാഗ്നിഫയർ ഉണ്ട്. ആ മാഗ്നിഫയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊന്ന് മാഗ്നിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് കണ്ടില്ല എങ്കിൽ അതൊന്ന് സൂം ചെയ്തൊക്കെ വായിക്കാം. നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗോ ടു സോഴ്സ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സോഴ്സിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ കോഡ് എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് അത് പോകും. സോ ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഈ മാച്ച് എന്നുള്ള അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സോഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് ആ മാച്ചിൻ്റെ അടുത്തേക്ക് അത് എത്തി. സോ എക്സാക്ട്ലിയൊക്കെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഒരു പക്ഷേ കറക്റ്റായിട്ട് പോവുക. സോ
ഞാൻ മാച്ചിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗോ ടു സോഴ്സ് എന്ന് പറഞ്ഞപ്പോൾ മാച്ച് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, കേഴ്സർ അവിടെ പോയിരുന്നു. സോ അങ്ങനെ സോഴ്സിലേക്കൊക്കെ പോകാൻ അത്യാവശ്യം എളുപ്പമായിരിക്കും. പിന്നെ നമുക്ക് ഇത് തന്നെ ഈ വിൻഡോയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാം. നമുക്കിപ്പോൾ ടൈപ്പ് ചെയ്യുന്ന കുറച്ച് ലാവിഷ് ആയിട്ടുള്ള സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ അതൊരു എക്സ്റ്റേണൽ വ്യൂവർ പോലെ കിടക്കും. നമുക്കത് മിനിമൈസ് ചെയ്തിടാം. നമ്മുടെ ഇപ്പോൾ ടെക് എഡിറ്റിംഗ് എൻവയൺമെൻറ്റ് കുറച്ചും കൂടെ വലുതാക്കി കിട്ടും. നമുക്ക് സൂം വീണ്ടും നമുക്ക് ബാക്ക് ചെയ്ത് അറ്റാച്ച് ചെയ്യാൻ എൻ്റെ സൈഡിൽ തന്നെ ഒരു ഐക്കൺ ഉണ്ട്, എംബഡഡ് വ്യൂവർ. എംബഡഡ് വ്യൂവറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് വരും. സോ അപ്പോൾ നമ്മളൊരു അബ്സ്ട്രാക്ട് ഇട്ടു. ഇനി യൂഷ്വലി ഒരു റിപ്പോർട്ടിൽ ഫസ്റ്റ് വരുന്ന ഒരു സെക്ഷൻ ആയിരിക്കും. സെക്ഷൻ രണ്ട് രീതിയിൽ ചെയ്യാം. ഒരു സെക്ഷൻ എന്ന് കൊടുക്കാം, സെക്ഷൻ വിത്ത് എ ഷോർട്ട് ടൈറ്റിൽ ആൻഡ് സെക്ഷൻ വിത്ത് എ സ്റ്റാർ. ഈ സ്റ്റാർ ഉള്ള സെക്ഷൻ അല്ലാത്ത സെക്ഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പറയാം. ഫസ്റ്റ് വി സ്റ്റാർട്ട് വിത്ത് സെക്ഷൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ. സെക്ഷൻ 1 എന്ന രീതിയിൽ അത് വരും. നമുക്കിപ്പോൾ ഈ ഫേക്ക് ടെക്സ്റ്റ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഫേക്ക് ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യാനുള്ളൊരു മെത്തേഡ് ഉണ്ട്, ബട്ട് ഞാനതിപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പം തൽക്കാലം നമുക്കൊരു ടെക്സ്റ്റ് കോപ്പി ചെയ്ത് തന്നെ പോവാം. പക്ഷെ ദാറ്റ് യു ഗെറ്റ് ദ ഫീൽ ഓഫ് ഇറ്റ്. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ കുറച്ചും കൂടെ അബ്സ്ട്രാക്റ്റിനെക്കാട്ടും കുറച്ചും കൂടെ വലിയ സൈസിൽ അത് വന്നു. സോ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, എന്നിട്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു PDF നമുക്ക് ജനറേറ്റ് ചെയ്ത്. നെക്സ്റ്റ് ഐറ്റം ഈസ് സെക്ഷൻ വിത്ത് എ സ്റ്റാർ, റൈറ്റ്. സെക്ഷൻ വിത്ത് എ സ്റ്റാർ എന്ന് പറയുമ്പോൾ അതിൽ നമുക്കൊരു ടൈറ്റിൽ കൊടുക്കാം. ലെറ്റ്സ് സേ ഫുട്ബോൾ. ഫുട്ബോളിൻ്റെ എന്തോ ആണ് കോപ്പി ചെയ്തുകൊണ്ട് അതുകൊണ്ട് ഫുട്ബോളിൻ്റെ ഒരു ടൈറ്റിൽ റൺ ചെയ്തു. സോ സെക്ഷനായിട്ട് വന്നു, ബട്ട് അതിനൊരു നമ്പർ ഇല്ല. സോ അൺനമ്പേർഡ് അല്ലെങ്കിൽ നമ്പർ ഇല്ലാത്ത ടൈപ്പ് സെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സെക്ഷൻ കഴിഞ്ഞിട്ടൊരു സ്റ്റാർ ഇടുന്നത്. സോ യൂഷ്വലി എനിത്തിങ് കഴിഞ്ഞിട്ടൊരു സ്റ്റാർ ഇടുകയാണെങ്കിൽ അതിന് ഒരു നമ്പറിങ് ഇവർ കൊടുക്കത്തില്ല. അതായത് ഒരു കാർഡിനൽ ഓർഡർ ഇവർ ഫസ്റ്റ് 1 അത് കഴിഞ്ഞിട്ട് 2 എന്ന രീതിയിൽ ഒരു നമ്പറിങ് സിസ്റ്റം ഇവർക്കുണ്ട്. ആ നമ്പറിങ് സിസ്റ്റത്തിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യണം എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനത്തെ ഒരു സ്റ്റാർ ഇടുന്നത്. എന്നിട്ടും അവിടെ ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി അത് അതേപോലെ തന്നെ വരും. ആ പേജ് അവസാനിച്ചത് കൊണ്ട് നെക്സ്റ്റ് പേജിലേക്ക് ബാക്കിയുള്ളത് കടന്നിട്ടുണ്ട്. യൂഷ്വലി ഇവിടെ നോക്കുകയാണെങ്കിൽ ആ പേജ് അധികം സ്ഥലം എടുത്തില്ല, കുറച്ച് സ്ഥലം ഭയങ്കരമായിട്ട് സ്ഥലമൊക്കെ വിട്ടതുപോലെ തോന്നുന്നു. സോ നമുക്കൊരു പാക്കേജും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം, ആൻഡ് ദാറ്റ് ഈസ് യൂസ് പാക്കേജ് ജിയോമെട്രി. ജോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ജോമെട്രി ഡിഫൈൻ ചെയ്യാനാണ്. ആ ജോമെട്രി പാക്കേജ് യൂസ് പാക്കേജ് വിളിച്ചാൽ ഇമ്മീഡിയറ്റ്ലി താഴെ തന്നെ വേണമെന്നില്ല, എന്നാലും നമുക്ക് അവിടെ തന്നെ കൊടുക്കാം. /geometry എന്ന് കൊടുത്തിട്ട് ടോപ്പിൽ നിന്ന് എത്ര സെൻറ്റിമീറ്റർ, ലെറ്റ്സ് സേ 2.5 സെൻറ്റിമീറ്റർ നമുക്ക് ടോപ്പിൽ നിന്ന് വിടണം. ബോട്ടത്തിൽ നിന്നൊരു 2.5 സെൻറ്റിമീറ്റർ വിടണം. ലെറ്റ്സ് സേ ലെഫ്റ്റിൽ നിന്നൊരു 3 സെൻറ്റിമീറ്റർ വിടണം. കാരണം ചിലപ്പോൾ ലെഫ്റ്റ് നമ്മൾ ബൈൻഡ് ചെയ്യുന്ന സ്ഥലമായിരിക്കും. സോ 3 സെൻറ്റിമീറ്റർ വിടാം. റൈറ്റിൽ നിന്നൊരു 2.5 സെൻറ്റിമീറ്റർ വിടണം. അപ്പോൾ സെൻറ്റിമീറ്റർ, ഇഞ്ച്, മില്ലിമീറ്റർ ഇതെല്ലാം ഇവർ PP ആ പോയിന്റ് ടെക്സ്റ്റ് അതെല്ലാം ഇവർ റീഡ് ചെയ്യുന്നതാണ്. സോ ഒന്നും കൂടെ റൺ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ വലുതായി, മീൻസ് ആ മാർജിൻ ഒന്നും കൂടെ അവർ മാറ്റി. സോ ഇപ്പോൾ നമുക്ക് ഒറ്റ പേജേ ഉള്ളൂ, ബിക്കോസ് ഇറ്റ് വാസ് ഇനഫ്. ലെഫ്റ്റ് സൈഡിൽ കുറച്ച് അധികം സ്ഥലമുണ്ട്, റൈറ്റ് സൈഡിൽ അത്ര അധികം സ്ഥലം വിട്ടിട്ടില്ല. അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ ചെയ്തു. കുറച്ച് വൃത്തിക്ക് വേണ്ടി തൽക്കാലം നമുക്ക് എല്ലാ സ്ഥലത്തും ഒരേപോലെ 2.5 സെൻറ്റിമീറ്റർ ഇവിടെ റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ നമ്മുടെ മെസ്സേജ് വ്യൂവർ ഇപ്പോൾ കാണുന്നില്ല. നമുക്ക് ആ മെസ്സേജ് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ടാണ്. അത് കാണുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും കിടക്കുക. അതിൽ പ്രോസസ് എക്സിറ്റഡ് നോർമലി എന്നൊക്കെ കാണാം. നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചാടിച്ചാടി വരും. അപ്പം അധികം ഇല്ലാത്തതുകൊണ്ടാണ് അധികം വരാത്തത്. പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ റൺ ചെയ്യാൻ ക്ലിക്ക് ചെയ്യുന്ന ബട്ടൻ്റെ സൈഡിലായിട്ടുള്ള ബട്ടൺ റെഡ് ആവുന്നതും കാണാം. അധികം കമ്പയർ ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് അത് പെട്ടെന്ന് റെഡിഷ് കളറിൽ നിന്ന് മാറുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ബേസിക് ഐഡിയ. ഇപ്പോൾ നമ്മളൊരു ബേസിക് ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ലെറ്റ്സ് റൈറ്റ് ആൻ ഇക്വേഷൻ. ഇക്വേഷൻ ഇപ്പോൾ വേർഡിലൊക്കെ ആണെങ്കിൽ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഇക്വേഷന് നമ്മൾ നമ്പർ കൊടുക്കണം, അതെവിടെയാണെന്ന് കൊടുക്കണം, അതിനൊരു റെഫറൻസ്, ക്രോസ് റെഫറൻസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എനിക്കറിയില്ല, ബിക്കോസ് ഞാൻ MS Office അധികം ഉപയോഗിക്കാറില്ല, ഓൾമോസ്റ്റ് 0 യൂസേജ്. സോ നമുക്കൊരു ഇക്വേഷൻ കൊടുക്കാം. സോ /begin ഇക്വേഷൻ. ഇക്വേഷൻ നൽകുമ്പോൾ ഇക്വനറി അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, ബട്ട് സിംപ്ലി ഇക്വേഷൻ ഈസ് ഇനഫ്. ഇക്വേഷൻ നമ്പർ ഇടണ്ടെങ്കിൽ ഇക്വേഷൻ സ്റ്റാർ അതിൻ്റെ അകത്താണ് കൊടുക്കുന്നത്, ബിഗിൻ്റെ പുറത്തല്ല. കാരണം ബിഗിൻ എന്ന് പറയുന്നത് ഒരു കോമൺ ടേം ആണ്. കാരണം ബിഗിൻ ഫിഗർ, ബിഗിൻ ഇക്വേഷൻ, ബിഗിൻ ടേബിൾ, അങ്ങനെ കുറേ ഉണ്ട്. സോ ബിഗിൻ്റെ മുമ്പ് ഒരു സ്റ്റാർ ഉണ്ടാവില്ല.
ഇവിടെ ഇക്വേഷനാണ് നമ്പർ കൊടുക്കേണ്ടത്, അതുകൊണ്ട് ഇക്വേഷൻ കഴിഞ്ഞിട്ട് ഒരു സ്റ്റാർ. നേരത്തെ കേസിൽ സെക്ഷൻ ആണ് നമ്പർ കൊടുക്കേണ്ടത്, സോ സെക്ഷൻ കഴിഞ്ഞിട്ട് ഒരു സ്റ്റാർ. അങ്ങനത്തെ ഒരു ലോജിക്ക് ഇതിനുണ്ട്. നമുക്ക് നമ്പർ ഇട്ട് തന്നെ പോവാം. സോ ഇക്വേഷൻ, ഇനി ഒരു ഇക്വേഷൻ കൊടുക്കണം. എഫ് ഇസ് ഈക്വൽ ടു എം എ. ബേസിക് ഇക്വേഷൻ കൊടുക്കണം. എഫ് ഈക്വൽ ടു എം എ. ജസ്റ്റ് എം എന്ന് ടൈപ്പ് ചെയ്ത് റൺ ചെയ്യും. സോ ആ ഇക്വേഷൻ അവിടെ കുറച്ച് ഇറ്റാലിക്സ് സ്റ്റൈലിൽ അവിടെ വരും വിത്ത് ആൻ ഇക്വേഷൻ നമ്പർ. സോ ആ ഇക്വേഷൻ നമ്പറും കിട്ടി. ഇനി കുറച്ചും കൂടെ നല്ല രീതിയിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ ഒരു ലേബൽ കൊടുക്കാം. സോ സ്ലാഷ് ലേബൽ. ആ ഇക്വേഷൻ നമ്മൾ വിളിക്കാൻ എവിടെയെങ്കിലും റെഫർ ചെയ്യണമെങ്കിൽ വിളിക്കാൻ വേണ്ടിയുള്ളതാണ്. സോ നമുക്ക് ഇക്വേഷന് പേര് കൊടുക്കാം, ന്യൂട്ടൺ. അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷന് ജസ്റ്റ് EQ1 എനി നെയിം, നമുക്ക് ഇഷ്ടമുള്ള എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. സോ ജസ്റ്റ് ഒരു സ്ലാഷ് ലേബൽ എന്ന് മാത്രം കൊടുത്താൽ ആ ഇക്വേഷൻ ലേബൽ കൊടുത്തു. അതുകൊണ്ട് ഇവിടെ ബൈ ഡിഫോൾട്ട് വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ നമുക്ക് ആ ഇക്വേഷനെ വേറെ സ്ഥലങ്ങളിൽ കോൾ ചെയ്യാൻ പറ്റും. സോ ഞാൻ ഈ ടെക്സ്റ്റ് വീണ്ടും ഒന്ന് കോപ്പി ചെയ്ത് എൻ്റെ സൈഡിലേക്ക് ഇടുകയാണ്. അടുത്ത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടെക്സ്റ്റിൻ്റെ ഇടയിൽ ഇക്വേഷൻ വരുന്നതൊക്കെ നമുക്ക് കാണാം. ടെക്സ്റ്റിൻ്റെ ഇടയിൽ ഇക്വേഷൻ നല്ല ഭംഗിയിൽ വരും. ആ ഇക്വേഷൻ്റെ അടുത്തുള്ള പ്രോപ്പറായിട്ടുള്ള സ്പേസിങ് കാര്യങ്ങളൊക്കെ. സോ ഇനി ഇവിടെ ഇക്വേഷൻ വിളിക്കണമെന്നുണ്ടെങ്കിൽ /REF എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇക്വേഷൻ 1 എന്നവിടെ സജസ്റ്റ് ചെയ്ത് കാണിക്കും. സോ ഇക്വേഷൻ 1 അത് ജസ്റ്റ് റഫ് EQ-1, അത് നമ്മൾ ആ കൊടുത്ത ലേബൽ എന്താണോ അത് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു 1 എന്നൊരു നമ്പറും കൂടെ അവിടെ വരും. ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് അവിടെ ഇക്വേഷൻ കൊണ്ട് എഴുതാം. സോ ഗോ ടു ഇക്വേഷൻ സോ ഗോ ടു ഇക്വേഷൻ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഇക്വേഷൻ 1 എന്നുള്ള നമ്പർ കറക്റ്റായിട്ട് വരും. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു ഇക്വേഷൻ കൊടുക്കുകയാണ് എന്ന് കരുതുക. സോറി, നമ്മൾ ആ ഇക്വേഷൻ്റെ മുകളിലായിട്ട് വേറൊരു ഇക്വേഷൻ ടൈപ്പ് ചെയ്യാൻ പോവാണ്. സോ മൾട്ടിപ്പിൾ റെഫറൻസ്, മൾട്ടിപ്പിൾ ആൾക്ക് സെയിം ലേബൽ കൊടുത്ത് അവരത് കാണിച്ചു തരും ഒരു വയലറ്റ് കളറിൽ. സോ ഐ എം ഗോൺ കോൾ ദ അബവ് ഇക്വേഷൻ മൈ ഇക്വേഷൻ. ഞാൻ അതിനെ മൈ EQ എന്ന് വിളിക്കുകയാണ്. ഞാൻ അവിടെ F is equal to MA പകരം ഒരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതാൻ ശ്രമിക്കാം. ഒരു ഫ്രാക്ഷൻ ഇട്ടിട്ട് ഉള്ളൊരു ഇക്വേഷൻ, വെലോസിറ്റി ഡെഫിനിഷൻ. സ്ലാഷ് ഫ്രാക് ആണ് നമ്മൾ ഫ്രാക്ഷൻ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. മുകളിൽ ന്യൂമറേറ്ററും താഴത്ത് ഡിനോമിനേറ്ററും കൊടുക്കണം. അപ്പോൾ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് ആണെങ്കിൽ സ്ലാഷ് പാർഷ്യൽ ഓഫ് y respect to some slash partial. ഇതെല്ലാം സജസ്റ്റ് ചെയ്ത് വരും കേട്ടോ. dy/dx or dt എന്തെങ്കിലും കൊടുക്കാൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ലെറ്റ്സ് സേ ആൽഫ, ALPH ആൽഫ സ്ലാഷ് ബീറ്റ. ഒരു നോൺസെൻസ് ഇക്വേഷൻ ആണ്, എഴുതുന്നൊരു സെൻസ് ഒന്നും വേണ്ട. ഒരു സ്ക്വയർ റൂട്ട് SQRT എന്ന് തൊട്ട് സ്ക്വയർ റൂട്ട് എൻ്റെ ഒരു ആർഗ്യുമെൻ്റ് അതിൻ്റെ അകത്ത് കൊടുക്കും. സ്ക്വയർ റൂട്ട് ഓഫ് x² പ്ലസ് y². ഇക്വേഷൻ പ്രത്യേകിച്ച് സെൻസ് ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ ഇക്വേഷൻ വരാൻ വേണ്ടി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. സോ ആ ഇക്വേഷൻ അവിടെ വന്നു. ഇപ്പം നോക്കുക, ഇക്വേഷൻ 1 എന്നുള്ളത് മാറി. ആ ഇക്വേഷൻ 1 എന്നും നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ 2 ഓട്ടോമാറ്റിക്കലി നമ്പർ മാറ്റി. പക്ഷെ നമ്മൾ ആലോചിക്കുക, നമ്മളവിടെ റെഫറൻസ് എന്താണ് കൊടുത്തത്. അപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് പോയി റെഫറൻസ് കൊടുത്തത് F is equal to MA ക്കാണ്. അപ്പോൾ F is equal to MA ഇക്വേഷൻ നമ്പർ ഇപ്പോൾ 2 ആയിട്ടുണ്ട്. നമ്മളവിടെ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ആ ഇക്വേഷൻ നമ്പർ 2 തന്നെയാണ് അവിടെ റെഫർ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ പ്രോപ്പറായിട്ട് ആ റെഫറൻസ് ഇങ്ങനെ ടാലി ചെയ്ത് പോകും. കറക്റ്റായിട്ട് ക്രോസ് റെഫറൻസ് കറക്റ്റായിരിക്കും, നമുക്കൊരിക്കലും തെറ്റില്ല. കാരണം ആ ഇക്വേഷൻ ലേബൽ നമ്മൾ കൊടുത്ത പേര് അത് നമുക്കറിയാം. പക്ഷെ നമ്പർ കൊടുത്തേക്കാണ് എങ്കിൽ ഇനി ഇക്വേഷൻ 1 ഏത് സ്ഥലത്ത് എല്ലായിടത്തും പോയി നമ്മൾ മാറ്റണ്ടേ. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ക്ലിക്ക് ചെയ്താൽ ക്ലിക്കബിൾ അല്ല, കാരണം നമ്മൾ ഹൈപ്പർ റെഫ് ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് റെഫറൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഹൈപ്പർ റെഫറൻസ് കൊടുത്താൽ മാത്രമാണ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഇക്വേഷനിലേക്ക് പോകുന്ന പോലെ കിട്ടും. സോ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതാൻ പഠിച്ചു. എത്ര കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻ ആണെങ്കിലും നമുക്കിവിടെ എഴുതാം. പിന്നെ ഒരു ട്രിക്ക് പറയാം. ഞാൻ ബേസിക്കലി ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണ്. നമ്മുടെ ഗൂഗിളിൻ്റെ അകത്തൊക്കെ നമ്മൾ വിക്കിപീഡിയയിൽ എന്തെങ്കിലും ഇക്വേഷനൊക്കെ സെർച്ച് ചെയ്തിട്ട് ഇപ്പോൾ ഐൻസ്റ്റൈൻ ഇക്വേഷൻ നമ്മൾ വിക്കിപീഡിയയിൽ കണ്ടു. അപ്പോൾ ആ ഇക്വേഷൻ അപ്പാടെ തന്നെ നമ്മുടെ ഡോക്യുമെന്റിലേക്ക് കോപ്പി ചെയ്യണം.
സോ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ആ വിക്കിപീഡിയ പേജിൽ പോവുക. അപ്പോൾ നമുക്ക് വേണ്ട ഇക്വേഷൻ ഇതാണെന്ന് കരുതുക. ഐൻസ്റ്റൈൻ ടെൻസർ ഇസ് ഡിഫൈൻഡ് ആസ് എന്നൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ഇൻസ്പെക്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതൊരു ട്രിക്കാണ്, ഞാൻ ചെയ്യുന്നൊരു ട്രിക്കാണ്. സോ ഇൻസ്പെക്ട് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ആൻഡ് അവിടെ ഒരു ഡയലോഗ് ബോക്സ് തുറന്നു വരും. സച്ച് ദാറ്റ് ആ ഇക്വേഷൻ്റെ ഒരു ടെക് കമാൻഡ് അവിടെ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കോപ്പി ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ആ ഇക്വേഷൻ കോപ്പി ചെയ്തു. ഞാൻ ആ ടാബ് ക്ലോസ് ചെയ്തു, വിൻഡോ മിനിമൈസ് ചെയ്തു ആൻഡ് ബാക്ക് ടു ദ ടെക്. ഇനി ഞാനിവിടെ ഒരു പുതിയ ഇക്വേഷൻ /begin ഇക്വേഷൻ എൻഡ് ഇക്വേഷൻ്റെ അകത്ത് ആ കോപ്പി ചെയ്ത കാര്യം അപ്പാടെ പേസ്റ്റ് ചെയ്യും. അതിൻ്റെ അകത്തൊരു /display style ഉണ്ട്. ആ ഡിസ്പ്ലേ സ്റ്റൈൽ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഒഴിവാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ബ്രേസസ് എക്സ്ട്രാ വന്നിട്ടുണ്ട്, ആ ബ്രേസസ് ഒഴിവാക്കാം. സോ ഒരു ഇക്വേഷൻ അപ്പാടെ നമ്മൾ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടു. ഞാൻ ഇക്വേഷൻ ടൈപ്പ് ചെയ്തില്ല, വിക്കിപീഡിയയിലെ ടെക്കിൽ തന്നെയാണ് ഇക്വേഷൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ടെക് അത്തരം ഇക്വേഷൻസ് ഇപ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻസ് ആണ്, അത് നമുക്ക് ടൈപ്പ് ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മടി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിക്കിപീഡിയയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻസ് കോപ്പി ചെയ്ത് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇടാൻ പറ്റും. സോ ദാറ്റ് ഈസ് വൺ തിങ്. ഇനി ഇതിൽ മെട്രിക്സ് വേണമെങ്കിൽ മെട്രിക്സ് എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് വീണ്ടും കോപ്പി ചെയ്തിട്ടതാണ്, ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഒരു അവസാന റിപ്പോർട്ട് പോലെ തോന്നണമല്ലോ, അതിനുവേണ്ടി കുറച്ച് ഡോക്യുമെന്റ്സ് ഇങ്ങനെ ഞാൻ സ്റ്റിൽ കോപ്പി പേസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഡോക്യുമെന്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ടൈറ്റിൽ ഉണ്ട്, പേരുണ്ട്, ഒരു ഡേറ്റ് ഉണ്ട്, അബ്സ്ട്രാക്ട് ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഒരു നമ്പർ ഇല്ലാത്തൊരു സെക്ഷൻ ഉണ്ട്, കുറച്ച് ഇക്വേഷൻസ് ഒക്കെ. ഇനി മിസ്സിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഫിഗർ ആഡ് ചെയ്യുക. ലെറ്റ്സ് സേ നമ്മളിപ്പോൾ ഗൂഗിളിൽ പോയിട്ടൊരു ഇമേജ് സെർച്ച് ചെയ്തു, ആപ്പിൾ ഇമേജസ് അല്ലെങ്കിൽ ഇമേജസ്. സോ ഒരു ആപ്പിളിൻ്റെ ഇമേജ് നമുക്ക് സേവ് ചെയ്യണം. സോ ലെറ്റ്സ് സേവ് ആൻ ആപ്പിൾസ് ഇമേജ്. സേവ് ഇമേജ് ആസ്. നമ്മുടെ ഇമേജ് എടുത്തിട്ട് ഞാൻ ഡെസ്ക്ടോപ്പിൽ എൻ്റെ റിപ്പോർട്ടിൽ അതിൻ്റെ അകത്തൊരു എക്സ്ട്രാ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ലെറ്റ്സ് സേ ഇമേജസിൻ്റെ അകത്ത് ആ ഇമേജിന് പേര് കൊടുക്കുക. ഇപ്പം നമുക്ക് കിട്ടുന്ന പേര് നമുക്ക് അത്ര എളുപ്പമായിരിക്കില്ല, വേണമെങ്കിൽ fig1 എന്ന് കൊടുക്കും. ഒരു JPEG ഇമേജ് ആണ് ബൈ ഡിഫോൾട്ട്. സോ ലെറ്റ്സ് സേവ്. നമ്മുടെ ഫോൾഡറിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ മൈ റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ അകത്തൊരു അഡീഷണൽ ഇമേജസ് എന്നൊരു ഫോൾഡർ ഉണ്ട്, അതിൻ്റെ അകത്ത് fig1 ഉണ്ട്. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. ബാക്ക് ടു ടെക് സ്റ്റുഡിയോ. ഇപ്പോൾ നമുക്കൊരു ഇമേജ് ആഡ് ചെയ്യണം, ബിക്കോസ് നമ്മൾ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ പാക്കേജ് വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ലെറ്റ് us include that image. സോ /begin ഫിഗർ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ ഫിഗർ സ്റ്റാർ ഉണ്ട്, ഫിഗർ പ്ലേസ്മെന്റ് ഒക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് begin ഫിഗർ കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അകത്ത് /include ഫയൽ കൊടുക്കാം, അല്ലെങ്കിൽ include graphics കൊടുക്കാം, അല്ലെങ്കിൽ include graphics with key values കൊടുക്കാം. include graphics with key values ആണ് സെലക്ട് ചെയ്യുന്നത്. വിഡ്ത്ത് എന്ന് പറയുന്നത് ലെറ്റ്സ് സേ ഒരു 5 സെൻറ്റിമീറ്റർ വേണം. ഹൈറ്റ് നമുക്ക് കൊടുക്കാം, ബട്ട് വിഡ്ത്ത് 5 സെൻറ്റിമീറ്റർ ആക്കുമ്പോൾ ഇമേജിൻ്റെ ആസ്പെക്ട് റേഷ്യോ പ്രിസർവ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഇമേജ് അവിടെ വരും. ഇനി നമുക്ക് ഇമേജിനൊരു പേര് കൊടുക്കാം. ഞാൻ അവിടെ fig1 എന്നാണ് കൊടുത്തത്. ലെറ്റ്സ് സി, ഒരു എറർ വരുത്താൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. fig1 എന്ന് കൊടുത്തു, ഒരു എറർ വന്നു, ബിക്കോസ് അങ്ങനത്തെ ഒരു ഫിഗർ അതിൻ്റെ അകത്ത് ഇല്ല. എന്താ പറയുന്നത്, FIG1 അല്ലെങ്കിൽ fig1 നോട്ട് ഫൗണ്ട്. fig1 അതിൻ്റെ അകത്ത് ഇല്ല, കാരണം നമ്മുടെ റിപ്പോർട്ടിൻ്റെ അകത്ത് fig1 ഇല്ല. റിപ്പോർട്ടിൻ്റെ അകത്ത് ഇമേജസ് എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ അകത്താണ് fig1 ഉള്ളത്. സോ നമ്മുടെ ടെക് റൺ ചെയ്യുന്നത് ഈ ഒരു ഫോൾഡർ സെക്ഷനിലാണ്. സോ ടെക് മീൻസ് മെയിൻ ടെക് ബാക്ക് എൻഡിൽ ടെക് ലൈവ് ഉണ്ട്, അതല്ല. ഈ ടെക് എന്ന് പറയുന്നത് നമ്മൾ .tech എന്ന് പറഞ്ഞ ഫയൽസ് എല്ലാം തപ്പുന്നത് അതിരിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെയാണ്, അല്ലാതെ അത് സ്പെസിഫിക് ആയിട്ടുള്ള ഫോൾഡേഴ്സിലൊന്നും കയറി നോക്കില്ല അൺലെസ് വി ടെൽ ഇറ്റ്. സോ നമ്മൾ അതിൻ്റെ അകത്തേക്ക് സ്പെസിഫിക് ആയിട്ട് പറയണം. നമ്മളിരിക്കുന്ന മെയിൻ ഫോൾഡറിൻ്റെ അകത്ത്, ഇപ്പോൾ മെസ്സേജ് ഒന്ന് ക്ലോസ് ചെയ്യാം, മെയിൻ ഫോൾഡറിൻ്റെ അകത്ത് ഒരു ഇമേജസ് എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ട് അല്ലേ, IMAGES ഇമേജസ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. അതിൻ്റെ അകത്താണ് fig1 ഉള്ളത്. സോ IMAGE അല്ലെങ്കിൽ ഇമേജസ് /fig ഒരു നോർമൽ സ്ലാഷ് എന്നിട്ട് ഫിഗ്. നമ്മളിപ്പോൾ fig1.jpg എന്ന് കൊടുത്തില്ല, ജസ്റ്റ് fig1 എന്നേ കൊടുത്തുള്ളൂ. അത് അവിടെ പ്രോപ്പറായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് സ്ഥലം കുറച്ച് മാറിയതുപോലെ അല്ലേ,
അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് അടുത്ത് വരാനായിരുന്നു, പക്ഷെ അത് മുകളിലേക്ക് കയറി വന്നു. സോ ആ ഫിഗറിന്റെ സൈഡിൽ ജസ്റ്റ് ഒന്ന് എച്ച് എന്ന് കൊടുത്താൽ മതി. ദാറ്റ് മീൻസ് ഹിയർ. അപ്പോൾ അത് അവിടെ താഴത്തേക്ക് വരും. പക്ഷെ ഇപ്പോൾ ഫിഗറിന് ക്യാപ്ഷൻ ഇല്ല, വേറെ ഒന്നുമില്ല. സോ ഇഫ് യു വാണ്ട് ടു ഇൻക്ലൂഡ് ക്യാപ്ഷൻ, യു ക്യാൻ ഇൻക്ലൂഡ് ക്യാപ്ഷൻ. മൈ ഫസ്റ്റ് ഇമേജ്, ഒരു ക്യാപ്ഷൻ കൊടുത്തു. സോ ക്യാപ്ഷൻ കൊടുക്കുമ്പോൾ ആ ക്യാപ്ഷൻ സെൻട്രലൈസ്ഡ് ആയിട്ട് വന്നു, ബട്ട് ഫിഗർ സെൻട്രലൈസ്ഡ് ആയിട്ടില്ല. സോ ഫിഗർ സെൻട്രലൈസ്ഡ് ആക്കാൻ വേണ്ടി ആ ഫിഗറിൻ്റെ അകത്ത് മാത്രം /സെൻറ്ററിങ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കൊടുത്താൽ ആ ഫിഗർ ഉൾപ്പെടെ അത് സെൻറ്ററിലേക്ക് വന്ന് കിടക്കും. അല്ലെങ്കിൽ ബിഗിൻ സെൻറ്റർ എൻഡ് സെൻറ്റർ കൊടുക്കാം. പക്ഷെ നമുക്കിപ്പോൾ അവിടെ വേറെ ആരും ഇല്ല എങ്കിൽ നമുക്ക് /സെൻറ്ററിങ് കൊടുക്കാം. അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ഇമേജിന് മാത്രം ബിഗിൻ സെൻറ്റർ എൻഡ് സെൻറ്റർ കൊടുത്ത് അതിനെ സെൻട്രലൈസ് ചെയ്ത് വയ്ക്കാൻ പറ്റും. സോ ഇങ്ങനെയാണ് ഒരു ഇമേജ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി മൾട്ടിപ്പിൾ ഇമേജ്, വീണ്ടും ആ ഇമേജ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ 2 ഇമേജ് ആഡ് ചെയ്യുന്ന പോലെ അണ്ടർ സെയിം ടൈം ആ ഫിഗർ 1ൻ്റെ അകത്ത് 2 ഇമേജ് ആഡ് ചെയ്യാം. നത്തിങ് ടു ഡു. ഇനി ഫോഴ്സ് ചെയ്തിട്ട് ബ്രേക്ക് കൊടുക്കണം അല്ലെങ്കിൽ എൻ്റർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ ചെയ്യുന്നതാണ് // എന്നൊരു കമാൻഡ്. ഇപ്പം നമ്മൾ ഈ ടെക്സ്റ്റിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഒരു 3ാമത്തെ ഇക്വേഷൻ കഴിഞ്ഞിട്ട് ഒരു ഫസ്റ്റ് ലൈൻ കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു പാരഗ്രാഫ് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് / കൊടുക്കുക, എൻ്റർ അടിച്ച് കാണിക്കുക. ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ആഴുന്നതിനെക്കാട്ടും കുറച്ച് കൂടുതലായിട്ട് // ഇട്ടത്. സോ // ഒരു ഫോഴ്സ് ബ്രേക്കിംഗ് ഐഡിയ ആണ്. സോ അവിടെ ഒരു എക്സ്ട്രാ പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്ത് വന്നു. ഇപ്പോൾ ഘാന റീച്ച് ദ ഫൈനൽ ബൈ വിന്നിങ് ദ ക്വാളിഫയിങ് ഗ്രൂപ്പ്, അതൊരു എക്സ്ട്രാ പാരഗ്രാഫ് ആയിട്ട് വന്നു. സോ നമ്മൾ അത് ചെയ്തത് ഇവിടെ ഒരു // കൊടുത്തു എന്നുള്ളതാണ്. സിമിലർലി നമ്മുടെ ഫിഗറിൻ്റെ അകത്ത് അങ്ങനെ // കൊടുത്താൽ ആ ഫിഗർ ഇറ്റ്സെൽഫ് 2 ലൈനിലായിട്ട് മാറും. സോ ഇഫ് യു വാണ്ട്, ഇപ്പം നിങ്ങൾക്ക് ഗ്രാഫൊക്കെ താഴ്ത്ത് വരണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ല എങ്കിൽ യൂഷ്വൽ വേയിൽ നമുക്ക് // കൊടുക്കാതെ സബ് ഫിഗർ കൊടുത്തു കഴിഞ്ഞാൽ ഇമേജസിന് സബ് ക്യാപ്ഷൻസ് ഒക്കെ കൊടുക്കും. ബട്ട് ഫോർ ദ സിംപ്ലിസിറ്റി നമുക്ക് ഇത്രയും പറയാം. സോ ഫാർ നമ്മളൊരു ഇക്വേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിൽ ഫിഗേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമുക്കൊരു ബേസിക് കാര്യം കൂടെ ഉണ്ട്, അത് ജസ്റ്റ് ഒരു ടേബിളാണ്. സോ ടേബിൾ ടെക്കിൽ പൊതുവെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് പറയുന്നത്. ബിക്കോസ് വേർഡിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ടേബിൾ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ടേബിൾ കിട്ടും, അതിൻ്റെ അകത്ത് പെരക്കി എഴുതിയാൽ മതി. ബട്ട് ടെക്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പൊതുവെ ഒരു ധാരണയുണ്ട്, പക്ഷെ ആ ധാരണയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ടെക്സ്റ്റ് സ്റ്റുഡിയോ ഉപയോഗിക്കുന്നത്. ഇതിലാണെങ്കിൽ നമുക്ക് വിസാർഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ വിസാർഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ ക്വിക്ക് സ്റ്റാർട്ട്, ക്വിക്ക് ബീമർ പ്രസൻറ്റേഷൻ, ക്വിക്ക് ലെറ്റർ, ക്വിക്ക് ടാബുലാർ, ക്വിക്ക് ടാബിങ്, ക്വിക്ക് അറേ എന്നൊരു ഓപ്ഷൻസ് കാണും. അതിൽ ക്വിക്ക് ടാബുലാർ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ടേബിൾ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കത് കമാൻഡ് വെച്ച് തന്നെ ചെയ്യാം. അല്ല എങ്കിൽ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് നമ്പർ ഓഫ് കോളംസ് കൂട്ടാം. ലെറ്റ്സ് സേ 4 കോളംസ് ആൻഡ് 5 റോസ് ഉള്ളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നെയിം, പ്ലേസ്, ഏജ്, whatever marks, named after Apu or Ammu, the usually names. നിങ്ങളൊക്കെ പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പേരൊക്കെ കൊടുത്തിവിടെ പോവാം. ഓക്കെ, സോ ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇനി സെൻട്രൽ കോളംസിന് ലൈൻ വേണോ ലൈൻ വേണ്ടേ എന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്. വെർട്ടിക്കൽ ലൈൻസ് ആഡ് ചെയ്യണോ, ആഡ് വെർട്ടിക്കൽ ലൈൻസ്, വെർട്ടിക്കൽ മാർജിൻ ഫോർ ഈച്ച് റോസ് എല്ലാം കൊടുക്കുക. കോളംസ് മെർജ് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബട്ട് ബേസിക്കലി ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കോളം നമ്മൾ ആ ടെക്കിൽ എന്താണോ ചെയ്യേണ്ടിയിരുന്നത് അത് അവർ ചെയ്തു തരും. സോ ടെക്കിൽ ഇതാണ് ചെയ്യേണ്ടത്, ബിഗിൻ ടാബുലാർ. അതിനുശേഷം ഒരു ബ്രേസസിൻ്റെ അകത്ത് എത്ര കോളം, അതിൽ സി അപ്പോൾ 4 കോളം. സി റെപ്രസെൻറ്റ് സെൻട്രലൈസ്ഡ്. അതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന വെർട്ടിക്കൽ ലൈൻസ് അതിൻ്റെ കോളം സെപ്പറേറ്റ് ചെയ്യാൻ ലൈൻ വേണം എന്ന് കാണിക്കുന്നു. /h ലൈൻ റെപ്രസെൻറ്റ് ഹൊറിസോണ്ടൽ ലൈൻസ്. ഇനി /rule എന്നുള്ളത് ഒരു എക്സ്ട്രാ ലൈൻ കൊടുക്കുന്ന പോലെ. പിന്നെ പേര്, പ്ലേസ്, ഏജ്, റിമാർക്സ് എന്ന രീതിയിൽ നമ്മൾ ടൈറ്റിൽ കൊടുത്തു. പിന്നെ ഒരു h ലൈൻ കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ എഴുതി വന്നിരിക്കുന്നത്. ലെറ്റ്സ് റൺ ആൻഡ് സീ. റൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമോ നോക്കാം. ഭാഗ്യവശാൽ വന്നില്ല. ആ ടേബിൾ അവിടെ നല്ല ഭംഗിയിൽ അവിടെ വന്നു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അപ്പു ലെറ്റ്സ് സേ അപ്പു ഫ്രം EKM, അമ്മു ഫ്രം TV, ഹരി ഫ്രം ലെറ്റ്സ് സേ USA.
Basi from Japan, and Atul from, okay, Pluto. എൻ്റെ പേര് കൊടുക്കാം. ഏജ് ലെറ്റ്സ് സേ 12 years, 13 years, 12 years, 7 years and 20 years. നമ്മൾ ഇവിടെ എഡിറ്റ് ചെയ്താലും നമുക്ക് ഓട്ടോമാറ്റിക്കലി ടേബിളിൽ എൻട്രി ആയിട്ട് വരും. സോ വെരി നൈറ്റ് ആൻഡ് നീറ്റ് ആയിട്ട് അവിടെ കിട്ടി. സോ ചിലപ്പോൾ നമുക്ക് റിമാർക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏജ് ഒന്ന് ലെഫ്റ്റ് അലൈൻ ചെയ്യണമെങ്കിൽ ഏജ് എന്ന് പറയുന്നത് തേർഡ് കോളമാണ്. സോ തേർഡ് കോളത്തിൽ സി മാറ്റി എല്ലാക്കുക. സോ ദാറ്റ് വിൽ ബി ലെഫ്റ്റ് അലൈൻ. അലൈൻ റൈറ്റ് അലൈൻഡ് ആണ് വേണ്ടെങ്കിൽ 6 നോക്കുക. സോ ഇറ്റ് വിൽ ബി റൈറ്റ് അലൈൻ. സോ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കാണാം. ഇപ്പോൾ പ്ലേസ് എല്ലാം സെൻട്രലൈസ്ഡ് ആണ്, പക്ഷേ ഏജ് നോക്കുക എല്ലാം റൈറ്റ് അലൈൻഡ് ആണ്. സോ അങ്ങനെ നമുക്കത് ചെയ്യാം. ഇനി അഗെയിൻ ഇതിനൊരു ക്യാപ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ ഒരു ബിഗിൻ ടേബിൾ എൻ്റെ ടേബിളിൻ്റെ അകത്തേക്ക് കൊടുക്കും. സോ അതൊന്ന് കോപ്പി ചെയ്യുകയാണ്, അല്ലെങ്കിൽ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് അവിടെ ഞാൻ സ്ലാഷ് ബിഗിൻ ടേബിൾ ഒരു ടേബിൾ എന്ന പോലെ കാണിക്കണം. എന്നിട്ട് കട്ട് ചെയ്ത കാര്യം അതിൻ്റെ അകത്ത് ഞാൻ പേസ്റ്റ് ചെയ്യാണ്. ഏതാണ്ട് പൈത്തൺ പോലെ ഇതിനകത്തൊരു ഇൻറ്റൻഷൻ കാണിക്കും, പക്ഷെ ആ ഇൻറ്റൻഷൻ അത്ര സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. ഇൻറ്റൻഷൻ ജസ്റ്റ് നമുക്കൊന്ന് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇൻറ്റൻഷൻ ഇല്ലെങ്കിലും കാര്യങ്ങളെല്ലാം വർക്കാവും. പക്ഷെ ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ലൂപ്പിലാണെന്നുള്ളതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ നല്ലതാണ്. പൊതുവെ പ്രോഗ്രാം എഴുതുമ്പോൾ പൈത്തണിൽ ഇൻറ്റൻഷൻ നിർബന്ധമാണ്, പക്ഷേ C++ ഇൻറ്റൻഷൻ നിർബന്ധമല്ല. ബട്ട് സ്റ്റിൽ ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടെ നീറ്റായിരിക്കും. സോ ബിഗിൻ ടേബിൾ എൻ്റെ ടേബിളിൻ്റെ അകത്ത് കൊടുത്താൽ അഗെയിൻ നമ്മുടെ ഫിഗർ പോലെ അത് എവിടെ വരണം എന്ന് ബോധമില്ലാത്തതുകൊണ്ടാണ് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി കുടിക്കും. സോ അഗെയിൻ അത് നമ്മൾ ഇവിടെ വരണം എന്നുള്ളത് H എന്ന്. നമുക്ക് താഴ്ത്ത് വരണമെന്നുണ്ടെങ്കിൽ B എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ബോട്ടത്തിൽ പോയി കിടക്കും. സോ ഏറ്റവും താഴ്ത്ത് പോയി കിടന്നു. സോ നമുക്ക് ഏറ്റവും താഴത്തേക്ക് പോകണ്ട, ഹിയർ ഇവിടെ വന്നാൽ മതി. സോ ഇറ്റ് ഇസ് H. സോ H കൊടുത്തിട്ട് അത് ഹിയർ സ്ഥലത്ത് വന്ന് കിടക്കും. അഗെയിൻ ടേബിൾ എന്ന് പറയുന്ന ആ ഒരു എൻവയറമെൻറ്റിലാണ് നമുക്കൊരു ക്യാപ്ഷൻ കൊടുക്കേണ്ടത്. സോ ക്യാപ്ഷൻ കൊടുക്കുകയാണ് മൈ ടേബിൾ എന്നൊരു ക്യാപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ടേബിളിന് ടേബിൾ 1 മൈ ടേബിൾ എന്ന രീതിയിൽ വന്നു. ഇത് ഫിഗർ 1 വന്നേക്കുന്നത്, ഇത് ടേബിൾ 1. ഞാൻ ടേബിൾ എന്നുള്ളത് നമുക്ക് മാറ്റാം, ബട്ട് റൈറ്റ് നൗ അത് അങ്ങനെ തന്നെ എടുക്കട്ടെ. അഗൈൻ സെൻട്രലി നമുക്ക് സ്ലാഷ് സെൻറ്ററിങ് ഒരു ഓപ്ഷനാണ്. പക്ഷെ ഞാൻ നേരത്തെ സെൻറ്ററിങ് ഉപയോഗിച്ചുകൊണ്ട് വേറൊരെണ്ണം കാണിച്ചു തരാം. ബിഗിൻ ടേബിൾ ആർ മുതൽ എൻ്റെ ടേബിൾ ആർ മൊത്തം ഒന്ന് കട്ട് ചെയ്യുകയാണ് ഞാൻ. എന്നിട്ടത് ബിഗിൻ സെൻറ്റർ എൻഡ് സെൻറ്ററിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്യണം. സോ അഡീഷണൽ വരുന്ന സ്പേസ് കളയാം. സോ ബിഗിൻ ടേബിൾ ആ ടേബിൾ എൻവയറമെൻറ്റിൽ ഒരു ബിഗിൻ സെൻറ്ററിൽ ആര് വരണം, ബിഗിൻ ടേബിൾ ആർ. ആ ടേബിൾ ആറിൻ്റെ അകത്താണ് നമ്മൾ ആ ടേബിൾ എഴുതിയിരിക്കുന്നത്. എൻഡ് സെൻറ്റർ, പിന്നെ സെൻറ്റർ ചെയ്യേണ്ട, പിന്നെ ക്യാപ്ഷൻ സെൻട്രലൈസ്ഡ് ആണ്. ആ ടേബിൾ എൻവയറമെൻറ്റിലായതുകൊണ്ട് റൺ ചെയ്യാം. സോ ടേബിൾ സെൻട്രലൈസ്ഡ് ആയിട്ട്. ഇപ്പം നമ്മളിവിടെ സ്പേസിങ്ങിനെ കുറിച്ച് ഒന്നും ബോധർ ചെയ്യുന്നില്ല. വളരെ ഈസി ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടി നമുക്ക് ഈ നേരത്തെ കോപ്പി ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു റിപ്പോർട്ടിൻ്റെ ഒരു രൂപം കിട്ടും. അതിനുവേണ്ടി മാത്രമാട്ടോ, അല്ലാതെ വേറെ ഒന്നും. സോ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സിമിലർലി നമ്മൾ ടേബിളിന് കൊടുത്ത പോലെ തന്നെ നമുക്ക് ഇക്വേഷന് കൊടുത്ത പോലെ തന്നെ ടേബിളിന് ഫിഗറിനും ഒക്കെ ലേബിൾ കൊടുക്കാം. സോ ക്യാപ്ഷൻ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവിടെ ഒരു ലേബിൾ സേവ് പിക്ക് 1. അതുപോലെ തന്നെ ഇവിടെ വേണമെങ്കിൽ സ്ലാഷ് ലേബിൾ ടാബ് 1 എന്ന രീതിയിൽ കൊടുത്തിട്ട് നമുക്ക് ടേബിൾ ഈക്വേഷൻ്റെ കൂടെ തന്നെ ടേബിൾ നമ്മൾ റെഫർ ചെയ്യാൻ പോവുകയാണ്. സ്ലാഷ് റെഫ് എന്ന് പറയുമ്പോൾ തന്നെ അവർ ചോദിച്ചു കഴിഞ്ഞാൽ അത് സജഷൻസ് വരും. അല്ലെങ്കിൽ ജസ്റ്റ് ആ റെഫറൻസ് കൊടുത്ത ലേബിൾ മാത്രം അവിടെ കൊടുക്കാൻ. സ്ലാഷ് റെഫ് ആണ് അവിടെ കൊടുക്കേണ്ടത്. സോ സ്ലാഷ് റെഫ് കൊടുത്താൽ ടേബിൾ 1 ആയിട്ട് വരും വിത്തൗട്ട് എനി കോപ്പി. സോ ഇങ്ങനെയാണ് റിപ്പോർട്ട് വരുന്നത്. ഇപ്പോൾ ഇത് ഏതാണ്ട് റിപ്പോർട്ടിൻ്റെ സ്റ്റൈലായിട്ടുണ്ട്. ഇങ്ങനെയാണ് യൂഷ്വലി റിപ്പോർട്ടുകൾ നമ്മൾ എഴുതുക. വലിയ ഇക്വേഷൻസ്, എത്ര വലിയ ഇക്വേഷൻസ് ആണെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും. ലെറ്റ്സ് സേ ഒരു ഇൻ്റഗ്രൽ കൊടുക്കണമായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ. ജസ്റ്റ് ആ ഫസ്റ്റ് ഇക്വേഷൻ തപ്പിപ്പോകണ്ട്. ഇപ്പോൾ നമ്മൾ ഡോക്യുമെൻ്റ് അവസാനത്തേക്കാണെന്ന് കരുതുക. നമ്മൾ ഇവിടെ ആ ഡോക്യുമെൻറ്റിൽ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് ഏത് ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ. സോ ഫസ്റ്റ് ഇക്വേഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അവിടെ ഗോ ടു സോഴ്സ് കൊടുക്കുക. അപ്പോൾ ഇക്വേഷനിലേക്ക് പോയി ആ ഇക്വേഷൻ അവിടെ ഒരു ഇൻ്റഗ്രൽ വേണമെങ്കിൽ സ്ലാഷ് ഇൻ്റ് എന്ന് കൊടുക്കുക. സോ അതൊരു ഇൻ്റഗ്രലിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, എന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻ്റഗ്രൽ വരും.
ഇക്വേഷൻസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വേർഡ് എഡിറ്റ് ചെയ്യാം. സോ നല്ല ഭംഗിയുള്ള ഇൻ്റഗ്രലൊക്കെ അവിടെ വരും. ഇനി ഒരു ഡബിൾ ഇൻ്റഗ്രൽ ആയിരുന്നു വേണ്ടത് എങ്കിൽ /INT മുമ്പ് ഒരു ഡബിൾ ഐ കൊടുത്താൽ മതി. /IINT. സോ അവിടെ ഒരു 2 ഇൻ്റഗ്രൽ വന്നു, ഒരു ഡബിൾ ഇൻ്റഗ്രൽ. ഓക്കെ, അങ്ങനെ നമുക്ക് അപ്പോൾ ഇതെല്ലാം അവിടെ നിന്ന് കാണാപ്പാഠം പഠിക്കും എന്നൊരു ചോദ്യം ഉണ്ടാവും. കുറച്ചൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടാവും, സൈഡ് പാനലിൽ ഉണ്ടാവും. സൈഡ് പാനൽ തപ്പിക്കഴിഞ്ഞാൽ കുറച്ച് സിമ്പിൾസ് ഒക്കെ കിട്ടും. എല്ലാ സിമ്പിൾസ് ഒന്നും കിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇൻ്റഗ്രൽ, ക്ലോസ് സർക്യൂട്ട് ഇൻ്റഗ്രൽ OINT ആണ്. സോ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇൻഡ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലോസ് ഇൻ്റഗ്രൽ വേണമെങ്കിൽ ആ ക്ലോസ് ഇൻ്റഗ്രൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അതവിടെ വന്നിരിക്കും. എന്നിട്ട് ക്ലോസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഒരു ക്ലോസ് ഇൻ്റഗ്രൽ അവിടെ വന്നു. സോ അത്യാവശ്യം സിമ്പിൾസ് അറിയില്ല എങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഹെൽപ്പ് ഉണ്ട്, ഹെൽപ്പിൽ തപ്പാം. അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ആൻസർ കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ലാറ്റെക് എന്ന് ഗൂഗിൾ ചെയ്താൽ ഈ /OINT എന്നുള്ള കമാൻഡ് കിട്ടുമോ എന്നൊന്ന് നോക്കാം. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ, ജസ്റ്റ് ക്ലോസ്ഡ് INT ഇൻ്റഗ്രൽ ലാറ്റെക്, ജസ്റ്റ് അത്രേ ഞാൻ ഗൂഗിൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ തന്നെ കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. OINT ക്ലോക്ക് വൈസ്, കൗണ്ടർ ക്ലോക്ക് വൈസ്, അല്ലെങ്കിൽ വിക്കിപീഡിയക്ക് അതിനൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പേജ് തന്നെയുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുക, കുറേ ഓപ്ഷൻസ് ഉണ്ട് അവിടെ. നമ്മൾ കോണ്ടൂർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞതാണ് നമ്മുടെ OINT, അതവിടെ ഉണ്ട്. ഓക്കെ, ആ കോണ്ടൂറിനൊരു ഡയറക്ഷൻ ഉണ്ടെങ്കിൽ അത് ഏത് ഡയറക്ഷൻ, ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന രീതിയിൽ മൾട്ടിപ്പിൾ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്ത ആ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അത് ജസ്റ്റ് ഒരു കോണ്ടൂർ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ ക്ലോസ് ഇൻ്റഗ്രൽ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ട്രിപ്പിൾ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ 4 ടൈം ക്വാഡ്രപ്പിൾ ഇൻ്റഗ്രൽ എല്ലാം നമ്മുടെ ഇവിടെ ഓപ്ഷൻസിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ലിമിറ്റ് എല്ലാം കൊടുക്കാനുണ്ട്. സോ ബേസിക്കലി ടെക്കിൻ്റെ സിമ്പിൾസ് എല്ലാം വിക്കിപീഡിയയിൽ തന്നെ ഒരു ഡെഡിക്കേറ്റഡ് പേജ് ഉണ്ട്. സോ അതിൽ നമുക്ക് അത്യാവശ്യം സിമ്പിൾസ് എല്ലാം കിട്ടും. സോ ഇതാണ് ബേസിക്കലി ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തൊരു രീതി. ഇനി നമുക്ക് ആ ഫോൾഡറിലേക്ക് ഒന്ന് പോകാം. ഫോൾഡറിൽ എന്തൊക്കെയായെന്ന് നോക്കാം. സോ നമ്മുടെ ബൈ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഇമേജ് ഫയൽ ഉണ്ട്. അത് നമ്മുടെ റിപ്പോർട്ടിൻ്റെ നമ്മൾ കൊടുത്ത സപ്ലിമെൻ്ററി ഫയൽസ് ആണ്. main.tech ഉണ്ട്, ഒരു .gz ഫയൽ ഉണ്ട്, നമ്മുടെ PDF ഉണ്ട്, ഇതാണ് നമ്മുടെ മെയിൻ ഡോക്യുമെൻറ്റ്. ലോഗ് ഉണ്ട്, AUX ഉണ്ട്. പുതുതായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ PDF ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 2 പേജുള്ളൊരു അടിപൊളി PDF നമുക്ക് ജനറേറ്റ് ആയിട്ട് കിട്ടി. സോ ഇങ്ങനെയാണ് നമ്മളൊരു റിപ്പോർട്ട് ഇതിൽ ടൈപ്പ് ചെയ്തെടുക്കുക. ഞാൻ ടൈപ്പ് ചെയ്തില്ല, ഞാൻ കുറച്ച് കാര്യം കോപ്പി പേസ്റ്റ് ചെയ്തുള്ളൂ. ബട്ട് സ്റ്റിൽ ഇങ്ങനെയാണ് പോകുന്നത്. ഇനി ഇതിലൊരു സബ്സെക്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു സബ്സെക്ഷൻ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്കൊരു സബ്സെക്ഷൻ കൊടുക്കാം, /subsection. സബ്സെക്ഷൻ അത് നമുക്ക് ജസ്റ്റ് ആപ്പിളിനെ കുറിച്ചാണെന്ന് കരുതാം. സോ ഒരു സബ്സെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സബ്സെക്ഷൻ നമ്പർ ഇത് വരും 1.1. ഫസ്റ്റ് സെക്ഷനിലെ ഫസ്റ്റ് സബ്സെക്ഷനാണ്. നമ്മൾ അടുത്ത സെക്ഷൻ തുടങ്ങുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് സെക്ഷൻ 2 ആയിരിക്കും. സോ സെക്ഷൻ കൊടുക്കുന്നില്ല. അപ്പോൾ മെയിൻ കണ്ടന്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് അടുത്ത സെക്ഷൻ നമ്പർ 2 ആയിട്ട് അടുത്ത പേജിൽ സ്ഥലം അനുസരിച്ച് അവർ അടുത്ത പേജിലേക്ക് പോയി അങ്ങനെ വരും. ഇനി അവിടെ നമ്മളൊരു പുതിയ സബ്സെക്ഷൻ കൊടുക്കുകയാണെങ്കിൽ പഴയ കാര്യം കോപ്പി ചെയ്തിടുകയാണ് ഫോർ സിംപ്ലിസിറ്റി. നമുക്ക് എന്താ പറ്റും, അത് അടുത്തൊരു സെക്ഷനായിട്ട് ഒരു സബ്സെക്ഷൻ, അത് മെയിൻ കണ്ടന്റ് സെക്ഷൻ 2, അത് സെക്ഷൻ 2-ലെ ഫസ്റ്റ് സബ്സെക്ഷൻ എന്ന രീതിയിൽ കറക്റ്റായിട്ട് കിട്ടും. സോ ഇതാണ് ബേസിക്കലി ഒരു റിപ്പോർട്ടിൻ്റെ, ഒരു ആർട്ടിക്കിളിൻ്റെ റിപ്പോർട്ട്. ഇനി ഇതിനെ റിപ്പോർട്ടാക്കാൻ വളരെ എളുപ്പമാണ്. അത് ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണിച്ചത്. ഇത്രയും ചെയ്തു. നമ്മൾ എപ്പോഴും സേവ് ചെയ്തേക്കുക. Ctrl+S എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സേവ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ടെക്ക് വല്ല ക്രാഷ് ആയി പോകും. സോ യൂഷ്വലി സേവ് ഇറ്റ്. നമ്മൾ വേർഡ്, അത് എല്ലാ സോഫ്റ്റ്വെയറിനും കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഒരു റിപ്പോർട്ടിൻ്റെ കാര്യം. ഇനി ഒരു ആർട്ടിക്കിൾ, ഇത് നമുക്ക് റിപ്പോർട്ടാക്കി മാറ്റാം. ആർട്ടിക്കിളിന് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും പൊതുവേ ഉണ്ടാവില്ല. കണ്ടന്റ് പേജ്, ടേബിൾ പേജ്, ഇതൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു പ്ലെയിൻ ആർട്ടിക്കിളാണ്. അപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് മൈ റിപ്പോർട്ട് ഉണ്ട്. ഈ മൈ റിപ്പോർട്ട് വെച്ച് തന്നെ ഇതൊരു ആർട്ടിക്കിളാണ്. നമുക്ക് പേര് മാറ്റിയേക്കാം. ഇത് മൈ ആർട്ടിക്കിളാണ്. ഞാൻ റിപ്പോർട്ട് തുടങ്ങാം, ആർട്ടിക്കിൾ. ഇനി ഇത് വെച്ച് തന്നെ നമുക്ക് റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റും.
Ctrl V. അപ്പോൾ നമുക്കൊരു റിപ്പോർട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ആ ഫോൾഡർ ഒന്നും കൂടെ കോപ്പി ചെയ്യാണ്. സെയിം ഫോൾഡർ, സെയിം തിങ്സ്. ആ ഫോൾഡർ തുറക്കുമ്പോഴത്തേക്കും പഴയ കാര്യങ്ങളെല്ലാം ഉണ്ട്. തൽക്കാലം ഞാൻ ക്രിയേറ്റ് ചെയ്തതല്ലാത്ത എല്ലാ ടെക്കിൻ്റെ ജനറേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫയൽസും ഞാൻ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഡെസ്ക്ടോപ്പിൽ മൈ റിപ്പോർട്ടാണ്. ഞാൻ ഡെസ്ക്ടോപ്പിൽ മൈ ആർട്ടിക്കിളിലെല്ലാം ഉണ്ട്. ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ഫസ്റ്റ് ഞാൻ റിപ്പോർട്ടിന് പേര് കൊടുത്തു, പക്ഷേ ഞാൻ റീനെയിം ചെയ്ത് ആർട്ടിക്കിൾ ആക്കി. സെക്കൻഡ് വൺ മൈ റിപ്പോർട്ട്, അതിൽ ജസ്റ്റ് ആ ടെക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ ടെക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ അത് ജസ്റ്റ് ഒരു പ്ലെയിൻ ടെക്കായിട്ട് വന്നു. സൈഡിലൊന്നും ഇല്ല. മീൻസ് അത് ഒരു PDF ജനറേറ്റ് ചെയ്തിട്ട്, കാരണം ആ റിപ്പോർട്ടിൻ്റെ അകത്തൊരു PDF ഇല്ല, അതുകൊണ്ടാണ്. ഇനി ഇത് റിപ്പോർട്ട് ആക്കണം. സോ റിപ്പോർട്ട് ആക്കാൻ ഈ ആർട്ടിക്കിൾ എന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് ഒന്ന് കൊടുത്ത് നോക്കാം. എന്ത് പറ്റുമെന്ന് നമുക്ക് നോക്കാം. റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യും. റിപ്പോർട്ടിന് യൂഷ്വലി ഒരു ഫ്രണ്ട് പേജ് ഉണ്ടാവും. സോ ആ ഫ്രണ്ട് പേജ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിടക്കും. അബ്സ്ട്രാക്ട് സെപ്പറേറ്റ് ആയിരിക്കും. അബ്സ്ട്രാക്ട് വന്നു, പിന്നെ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ തുടങ്ങിയേക്കാം. യൂഷ്വലി റിപ്പോർട്ടുകൾക്ക് ചാപ്റ്റർ ഉണ്ടാവും. സോ ഇൻട്രൊഡക്ഷന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു /ചാപ്റ്റർ എന്ന് കൊടുക്കുക. ചാപ്റ്റർ. ഇപ്പോൾ നമുക്കിതിന് വേണമെങ്കിൽ ആഫ്രിക്ക എന്നൊരു ചാപ്റ്റർ കൊടുക്കാം. ആഫ്രിക്ക 2015 അങ്ങനെ എന്തൊരു കണ്ടന്റ് ആണല്ലോ നമ്മൾ ഇട്ടത്. സോ ആ ചാപ്റ്ററിന് ഒരു പേര് കൊടുത്തു. സോ /ചാപ്റ്റർ എന്ന പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ ചാപ്റ്റർ 1 ആഫ്രിക്ക 2015 സെക്ഷന് ഇങ്ങനെ 1.1 എന്ന രീതിയിലാവും. കാരണം ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷൻ എന്ന് കാണിക്കുകയാണ്. ഇതിലെ സബ് സെക്ഷൻ എന്ത് രൂപത്തിലാവും? 1.1.1. ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷനിലെ ഫസ്റ്റ് സബ് സെക്ഷൻ എന്ന രീതിയിൽ ക്രിയേറ്റ് ആയി. ബാക്കിയെല്ലാം അതേപോലെ തന്നെ ഉണ്ട്. നമ്മുടെ ടേബിൾ ഇമേജ് എല്ലാം അതേപോലെ തന്നെ വന്നു. ഒരു ചാപ്റ്റർ ആസ് എ ഹോൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ആ സെക്ഷൻ 2 കൊടുത്തടുത്ത് നമുക്ക് ഒരു ചാപ്റ്ററും കൂടെ കൊടുത്തു നോക്കാം, എന്ത് പറ്റുമെന്നറിയാം. ആ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കൊടുത്തില്ല. അവിടെ ഞാൻ വീണ്ടും ചാപ്റ്റർ ആഫ്രിക്ക 2016 എന്ന് കൊടുക്കുകയാണെന്ന് കരുതും. പുതിയൊരു ടൈറ്റിൽ. സോ ദാറ്റ് കംസ് ലൈക്ക് എ സെക്കൻഡ് ചാപ്റ്റർ. അപ്പോൾ അത് ചാപ്റ്റർ 2 ആയി. സോ ചാപ്റ്റർ 2 ആഫ്രിക്ക 2016. മെയിൻ കണ്ടന്റ് ഒന്നുമില്ല. തൽക്കാലം നമുക്ക് എന്തെങ്കിലും ഒന്ന് കോപ്പി ചെയ്തിട്ടേക്കാം. അവിടെ കോപ്പി ചെയ്ത് നമ്മൾ അവിടെ ഇട്ടു. ഒന്ന് റൺ ചെയ്യാം. സോ അവിടെ ഒരു കണ്ടന്റ് ഒക്കെ വന്നു. ഇനി നമ്മൾ ഈ റെഫറൻസ് കിട്ടില്ല, ഇവിടെ ഒരു ബ്രേസസ് മിസ്സായെന്ന് കരുതുക. ഓക്കെ, ഒരു ബ്രേസസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേസസ് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്തില്ലെങ്കിൽ ടെക്ക് പറയും there is an error, പാരഗ്രാഫ് ended before /ref. എന്തോ എൻഡ് ചെയ്തു, എന്തോ കംപ്ലീറ്റ് ആവാതെ എൻഡ് ചെയ്തു എന്നുള്ളത് അവർ എടുത്ത് പറയും. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കണം നമ്മളവിടെ ആ ഒരു ബ്രേസസ് ക്ലോസ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ എറർ അവിടെ ലോഗ് നോക്കുക. ലോഗിൽ ജസ്റ്റ് വാർണിങ്സ് ഒക്കെ ഉണ്ടാവും. വാർണിങ്സ് അത്രയും ബോദർ ചെയ്യരുത്. മെസ്സേജസിൽ എറേഴ്സ് ഉണ്ടെങ്കിൽ നോക്കുക. എറേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്തത്. സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത്. സോ റിപ്പോർട്ടിന് ജസ്റ്റ് ചാപ്റ്റർ 2 ആയി, ചാപ്റ്റർ 1 ആയി. യൂഷ്വലി വേർഡിലാണെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യും? കണ്ടന്റ് എഴുതാൻ നോക്കും. കണ്ടന്റ് എഴുതി കഴിയുമ്പോൾ നമ്മൾ പേജ് നമ്പർ ഇട്ട് കൊടുക്കണം, ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ് തപ്പി പിടിച്ചെടുക്കണം. അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. ടെക്റ്റിൽ അത് ജസ്റ്റ് 1 ലൈൻ കമാൻഡാണ്. ഡോക്യുമെന്റിന്റെ അകത്താണ് കണ്ടന്റ് വരുന്നത്. സോ ഡോക്യുമെന്റ് വരുന്നത്. സോ മെയിൻ ടൈറ്റിൽ കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ എക്സ്ട്രാ സ്പേസ് കൊടുത്തത് കൊണ്ട് ഇവിടെ വേറെ സ്പേസിങ് ഇഷ്യൂസ് ഒന്നും വരത്തില്ല. അത് ടെക്കിൻ്റെ ഒരു ഇഷ്യൂ. നമ്മളൊരു 10,000 സ്പേസ് കൊടുത്താലും 10,000 സ്പേസ് എന്നല്ല, ഒരു ഇൻറ്റൻഷൻ സ്പേസ് മാത്രമേ അവർ എടുക്കത്തുള്ളൂ. ഇപ്പോൾ വേർഡ് ടു വേർഡ്, ഇപ്പോൾ ഞാൻ ഈ അബ്സ്ട്രാക്റ്റിൻ്റെ ഇടയിൽ കുറേ സ്പേസ് വിടുകയാണെന്ന് കരുതുക, അൺനെസസറി സ്പേസ്. വേർഡിലാണെങ്കിൽ ആ സ്പേസ് എടുക്കും, ടെക്കിൽ ആ സ്പേസ് എടുക്കത്തില്ല. ഓക്കെ, ആ സ്പേസ് എടുക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവിടെ ഒരു ടിഡിൽ സിമ്പിൾ വെച്ചിട്ട് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഒരു ഷിഫ്റ്റ് ടിഡിലാണ്, അതൊരു 1ന്റെ സൈഡിൽ കിടക്കുന്ന സിമ്പിളാണ്. ഈ ഒരു സിമ്പിൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ സ്പേസ് വരും. സ്പേസ് കൊടുക്കണമെങ്കിൽ കമ്പൽസറി ആയിട്ട് കൊടുക്കണം, അല്ലാതെ ചുമ്മാ സ്പേസ് ഇട്ടാൽ ടെക്കിൽ സ്പേസ് വരില്ല. അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് കുറച്ച് സ്പേസ് ഇട്ടു എന്ന് കരുതി അവിടെ പ്രശ്നമൊന്നും വരും. ഇനി ബിഗിൻ ഡോക്യുമെൻ്റ് അത് മെയ്ക്ക് ടൈറ്റിൽ കൊടുത്തു. സോ ആദ്യം ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യണം. സോ അതാണ് ടൈറ്റിൽ പേജ്. നെക്സ്റ്റ് പേജിൽ റിപ്പോർട്ട് ആയതുകൊണ്ട് ന്യൂ പേജ് എന്ന് കൊടുക്കണ്ട, അല്ലാണ്ട് തന്നെ /make ടേബിൾ ഓഫ് കണ്ടന്റ്സ്. ടേബിളാണ്, കണ്ടന്റ്സുകളുടെ ടേബിളാണ്. സോ ടേബിൾ ഓഫ് കണ്ടന്റ്സ് എന്ന് കൊടുക്കുക, റൺ ചെയ്യുക. സോ കണ്ടന്റ്സ് പേജ് അവിടെ വന്നു. എവിടെ വന്നു? ഫസ്റ്റ് പേജ് കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി
സെക്കൻഡ് പേജിൽ കണ്ടൻസ് എന്നൊരു ടൈറ്റിലോട് കൂടി ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ആഫ്രിക്ക 2015 എന്നാണ് ഞാൻ ഇട്ടെ. അതിനകത്ത് സെക്ഷൻ പിന്നെ ഒരു കുത്തിട്ടിട്ട് നമ്മുടെ പേജ് നമ്പർ ഉൾപ്പെടെ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് വന്നു, ഒരു നീറ്റായിട്ട് വന്നു. നമ്മൾ കുറച്ച് സെക്ഷനും കൂടെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാണാനൊക്കെ ഭംഗിയുണ്ടാവും. കുറച്ചൊരു കണ്ടന്റ് ഉണ്ടാവാൻ വേണ്ടി ചെയ്യുന്ന കേട്ടോ, കോപ്പി പേസ്റ്റ് ചെയ്തു വന്നെടുക്കുക. ചിലപ്പോൾ ചില കേസിൽ 2 പ്രാവശ്യം റൺ ചെയ്യേണ്ടി വരും, എന്നാലായിരിക്കും വരിക. ഫസ്റ്റ് റണ്ണിങ്ങിൽ തന്നെ ചിലപ്പോൾ ടെക്ക് കണ്ടന്റ് ക്രിയേറ്റ് ആവണമെന്നില്ല, സെക്കൻഡ് റണ്ണിങ്ങിൽ ആ കണ്ടന്റ് അവിടെ വരും. സോ കണ്ടന്റ് വന്നു. വീണ്ടും ഞാനിപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് സെയിം ഐഡന്റിക്കൽ ഇൻട്രൊഡക്ഷൻ റിപ്പീറ്റ് ചെയ്ത് വരികയാണ് ചെയ്തത്. എനിവേ, സോ അങ്ങനെ വന്ന് നമുക്ക് 2-3 പ്രാവശ്യം റൺ ചെയ്യുക, എന്നാലായിരിക്കും ഒരു പക്ഷേ ആ കണ്ടന്റിലെല്ലാം കയറി വരുന്നത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ആ ഇൻട്രൊഡക്ഷൻ മാത്രം മൾട്ടിപ്പിൾ ടൈംസ് കോപ്പി പേസ്റ്റ് ചെയ്താണ്. ഓക്കെ, ഇനി വേണ്ടത് ഒരു ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ് ആണ്. നമ്മൾ ഒരു ഫിഗറേ ഉള്ളൂ, എന്നാലും ഒരു ലിസ്റ്റ് ഉണ്ട് അവിടെ. ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ് /LIS എന്ന് വിളിക്കുമ്പോൾ തന്നെ ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ് അവിടെ വന്നു. ജസ്റ്റ് എൻ്റർ അടിക്കുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടന്റ് പേജിലും ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ് വന്നു. അപ്പം തന്നെ ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ് ആണ്, ടേബിൾ ഓഫ് ഫിഗേഴ്സ്. ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ്, ഞാൻ ലിസ്റ്റ് ഫിഗർ നെയിംസ് ആണ് കൊടുത്തത്, ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ് ആണ് കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞതും ടൈപ്പ് ചെയ്ത രണ്ട് കാര്യം. സോ /ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാം, റൺ ചെയ്യാം. സോ കണ്ടന്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജിൽ ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ്. ഞാൻ ഒറ്റ ഫിഗറേ കൊടുത്തുള്ളൂ. ആ ഫിഗറിൻ്റെ പേര് മൈ ഫസ്റ്റ് ഇമേജ് എന്നായിരുന്നു. പേജ് നമ്പർ 3 ആ ഫിഗർ ഉണ്ടോ എന്ന് പോയി നോക്കാം. അപ്പോൾ പേജ് നമ്പറൊക്കെ മാറും, കാരണം ഇടയിൽ വേറെ പേജൊക്കെ ആഡ് ചെയ്തല്ലോ. സോ പേജ് നമ്പർ 1, 2, 3 തേർഡ് പേജിൽ നോക്കാം, 3-ാമത്തെ പേജ്, അവിടെ ആ ഫിഗർ ഉണ്ട്, മൈ ഫസ്റ്റ് ഇമേജ് എന്ന് പറഞ്ഞിട്ട്. സോ അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ നോക്കിക്കോളും. പിന്നെ ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് /ലിസ്റ്റ് ഓഫ് ടേബിൾസ്. നമ്മളിപ്പോൾ ഒരു ടേബിളേ ഉള്ളൂ, ഫോർ ദ സേക്ക് നമുക്ക് 2 ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. 2 ടേബിൾ കാണാമല്ലോ. അപ്പോൾ ആ ടേബിൾ ഒന്നും കൂടെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ആൻഡ് പേസ്റ്റ് ഇൻ സം അതർ സെക്കൻഡ് ചാപ്റ്ററിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യാമെന്ന് എടുക്കുക. സെക്കൻഡ് ചാപ്റ്ററിൽ ഞാൻ ടേബിൾ 2 എന്ന പേരും കൊടുത്തു. സേവ് ചെയ്തു, ബിൽഡ് ആൻഡ് വ്യൂ. ഫിഗറൊക്കെ അവിടെ വന്നു, ടേബിൾ അവിടെ വന്നു. നമ്മുടെ കണ്ടന്റ് പേജിൽ എന്താ വന്നെന്ന് നോക്കാം. സോ ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സിൽ ഒരെണ്ണമുള്ളൂ, കാരണം ഫിഗർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തില്ല. ടേബിൾ നോക്കുകയാണെങ്കിൽ ലിസ്റ്റ് ഓഫ് ടേബിൾസ് 2 എണ്ണം ഉണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഫസ്റ്റ് ടേബിൾ മൈ ടേബിൾ എന്ന് പറഞ്ഞിട്ട്, 3-ാമത്തെ പേജിൽ സെക്കൻഡ് ചാപ്റ്ററിൽ 2.1 എന്ന രീതിയിൽ മൈ ടേബിൾ അവിടെ 4-ാമത്തെ പേജിലുണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് കിട്ടും. സോ ഒരു റിപ്പോർട്ട് വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ്. നമ്മളൊരു ആർട്ടിക്കിൾ എഴുതി ആർട്ടിക്കിൾ റിപ്പോർട്ടാക്കാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ആ മേളിൽ പോയിട്ട് ആ ഡോക്യുമെന്റ് ക്ലാസ് ഒന്ന് ആർട്ടിക്കിളിൽ നിന്ന് റിപ്പോർട്ടിലേക്ക് മാറ്റി ശേഷം ഇവിടെ ഒരു ഓട്ടോമാറ്റിക് ഫ്രണ്ട് പേജ് വന്നു, കണ്ടന്റ് വന്നു, ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ് വന്നു, ലിസ്റ്റ് ഓഫ് ടേബിൾസ് വന്നു, അബ്സ്ട്രാക്ട് വന്നു, ചാപ്റ്റർ വൈസ് ആയിട്ട് എല്ലാം വന്നു. ഇങ്ങനെയാണ് നമ്മൾ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുക. നെക്സ്റ്റ് യൂഷ്വലി ആർട്ടിക്കിൾസിലൊക്കെ ഉള്ളൊരു കാര്യമാണ് റെഫറൻസുകൾ. സോ റെഫറൻസ് ആഡ് ചെയ്യുന്നത് പല രീതിയിൽ നമുക്ക് റെഫറൻസ് ആഡ് ചെയ്യാം. ബിബ് ഐറ്റം ആയിട്ടൊക്കെ ആഡ് ചെയ്യാം. .bib എന്ന രീതിയിൽ ഒരു ഫയൽ ജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് റെഫറൻസ് ആഡ് ചെയ്യാം. അതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം മതി. സമയം അതിക്രമിച്ചിട്ടുണ്ടാകും, ബട്ട് സ്റ്റിൽ ഹോപ്പ്ഫുള്ളി ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. നമ്മളിവിടെ ഒരു കാര്യം കൂടി കാണിക്കാം. നമുക്ക് ബുള്ളറ്റ് പോയിന്റ്സ് ചിലപ്പോൾ പൊതുവെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമായിരിക്കും. അതിന് /begin ഐറ്റമൈസ് എന്നൊരു ഓപ്ഷനാണ്. എന്യൂമറേറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ 1, 2, 3 എന്ന രീതിയിൽ വരും. ഐറ്റമൈസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഐറ്റം ആയിട്ട് വരും. /item റാൻഡം തിങ്സ് ഞാൻ എഴുതുകയാണ്. /item എന്ന് എടുത്തിട്ട് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഐറ്റമൈസ് ആയിട്ട് വരും. മീൻസ് അതൊരു ബുള്ളറ്റ് പോയിന്റ്സ് പോലെ ജനറേറ്റ് ആവും. സോ ഇങ്ങനെ നമുക്ക് ബുള്ളറ്റ് പോയിന്റ്സ് പോലെ ജനറേറ്റ് ആവും. ബിഗിൻ ഐറ്റമൈസിന് പകരം ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് ഇടുന്നു. ആ ഐറ്റമൈസ് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് മുകളിലും താഴത്ത് ഒരുമിച്ച് എഡിറ്റ് ചെയ്യാം. അതിൻ്റെ അകത്ത് എന്യൂമറേറ്റ് സ്പെല്ലിംഗ് തെറ്റാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം,
സ്ലാഷ് ബിഗിൻ എന്യൂമറേറ്റ്. ജസ്റ്റ് ഈ ഐറ്റങ്ങളെല്ലാം നമ്മൾ അവിടെ വീണ്ടും കോപ്പി ചെയ്തിട്ട് ആണെങ്കിൽ ബിഗിൻ എന്യൂമറേറ്റ് എൻഡ് എന്യൂമറേറ്റിലിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ 1 2 3 എന്ന രീതിയിൽ ആയി കിട്ടും. ജസ്റ്റ് ബുള്ളറ്റ് പോയിന്റ്സ് എല്ലാം 1 2 3 എന്ന പോലെ. സോ ഇങ്ങനെ നമുക്ക് ഐറ്റംസ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഫൈനലി റെഫറൻസിൻ്റെ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് പ്രസൻറ്റേഷനിലേക്ക് പോകാം. റെഫറൻസിന് വേണ്ടി ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു ഫിസിക്കൽ റിവ്യൂവിലൊരു ലെറ്റേഴ്സിലൊരു ആർട്ടിക്കിൾ നമുക്ക് സൈറ്റ് ചെയ്യണമെന്ന് കരുതുക. യൂഷ്വലി ഒരു ആർട്ടിക്കിൾ സൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിളിലേക്ക് പോകുക. ലെറ്റ്സ് സേ ഓൺ ഒരു ആർട്ടിക്കിൾ എടുക്കുക. എഡിറ്റർ സജഷൻ സ്കാറ്ററിംഗ് ബിറ്റ്വീൻ മിനി വാല്യൂസ് ഇൻ ട്വിസ്റ്റഡ് ഡബിൾ ലെയർ വാട്ടെവർ. ഓക്കെ, ഇതിൻ്റെ അകത്ത് എക്സ്പോർട്ട് സൈറ്റേഷൻ എന്നൊക്കെ മിക്കവാറും ഉണ്ടാവും. നിങ്ങൾ ജേർണൽസ് ഒക്കെ വായിക്കുന്ന ആൾക്കാരാണ്. ആ എക്സ്പോർട്ട് സൈറ്റേഷനിൽ ഒരു കണ്ടന്റ് ഉണ്ടാവും. നമ്മളതൊന്ന് കോപ്പി ചെയ്യുകയാണ്. കോപ്പി ചെയ്തിട്ട് നമ്മുടെ റിപ്പോർട്ടിലേക്ക് വരിക, അല്ലെങ്കിൽ ടെക്കിലേക്ക് പോവാം. ടെക്കിൽ പുതിയൊരാളുണ്ടാക്കും. കൺട്രോൾ എന്നെ അടിച്ചാൽ മതി, പുതിയൊരാളെ ക്രിയേറ്റ് ആവും. അത് നമുക്ക് സേവ് ചെയ്യണം. എവിടെ? മൈ റിപ്പോർട്ടിൻ്റെ അകത്ത്. ഇതിനെ ഞാൻ റെഫറൻസ് എന്നാണ് വിളിക്കുന്നത്. സോ റെഫ് ഇത് ടെക് ഫയൽ അല്ല, പകരം ബിബ് ഫയലാണ്. സോ റെഫറൻസ് ഡോട്ട് ബിബ് എന്ന രീതിയിൽ സേവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ആർട്ടിക്കിളിൻ്റെ കാര്യം പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ടേബിളിൻ്റെ അകത്ത് നമ്മുടെ ഡോക്യുമെൻ്റിൻ്റെ അകത്ത് സ്ലാഷ് ബിബ് എന്നടിക്കുമ്പോൾ തന്നെ ബിബ്ലിയോഗ്രഫി സ്റ്റൈല് ഫസ്റ്റ് കൊടുക്കുക. ബിബ്ലിയോഗ്രഫി സ്റ്റൈല് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കണമെന്നില്ല, എന്നാലും ഏതെങ്കിലും ഒരു നേച്ചർ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും നേച്ചറിൻ്റെ കിട്ടും. അതില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഒരെണ്ണം കയറി വരും. ഇപ്പോൾ IEEE കൊടുത്തു കഴിഞ്ഞാൽ IEEE ബിബ്ലിയോഗ്രഫി സ്റ്റൈല് കയറി വരും. അല്ലെങ്കിൽ ജസ്റ്റ് റെപ്ടെക് കൊടുത്തു കഴിഞ്ഞാൽ ഫിസിക്കൽ റിവ്യൂവിൻ്റെ സ്റ്റൈല് കയറി വരും. പ്രത്യേകിച്ച് സ്റ്റൈലൊന്നും കൊടുത്തില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം സ്ലാഷ് ബിബ്ലിയോഗ്രഫി ബിബ് ഫയൽ എന്ന് പറഞ്ഞിട്ട് റഫ് എന്ന് വിളിക്കുകയാണ്. റഫ് ഡോട്ട് ബിബ് ആണ്, നമ്മൾ റഫ് എന്ന് വിളിച്ചാലും മതി. അപ്പോൾ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു റഫ് ഫയലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സ്റ്റൻഷൻ വന്നില്ല. റഫ് ഡോട്ട് ബിബ് ആയിട്ട് സേവ് ചെയ്യണം. ഓക്കെ, സേവ്. ഓക്കെ, അപ്പോൾ നമ്മളത് സേവ് ചെയ്തു. ഇനി നമുക്ക് ആ റെഫറൻസ് എവിടെയെങ്കിലും വിളിക്കാം. സോ മൈ റിപ്പോർട്ടിൽ ആ റഫ് ഉണ്ട്. സോ റഫ് ഡോട്ട് ബിബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ ഓപ്പൺ ആയിക്കോളും. സോ ഒരു റെഫറൻസ് ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ റെഫറൻസിന് ഒരു ടൈറ്റിൽ ഉണ്ട്, ജസ്റ്റ് ഇതാണ്. ഇപ്പോൾ അതിനൊരു ടാഗ് പോലെ ഒരു പേര്, അത് നമുക്ക് ഇവിടെ വന്നിട്ട് വിളിക്കാം. ലെറ്റ്സ് സേ ഇവിടെ നമുക്കിപ്പോൾ ഫൈനലിൻ്റെ അവിടെ വിളിക്കണമെന്നുണ്ടെങ്കിൽ സ്ലാഷ് സൈറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ബിബ് ID ആണ് നമ്മളവിടെ പേസ്റ്റ് ചെയ്യുന്നത്. ബിബ് ID ആണ് നമ്മൾ ഈ കണ്ടത്. റഫ് ഡോട്ട് ബിബിൽ @ആർട്ടിക്കിളിൽ ഫസ്റ്റ് എഴുതുന്നത് ബിബ് ID ആണ്, ബിബ്ലിയോഗ്രഫിയുടെ ID. നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് റൺ ചെയ്യാം. സോ വന്നില്ല, ബിക്കോസ് നമ്മളവിടെ സ്റ്റൈൽ കൊടുക്കാത്തതുകൊണ്ടാണ്. ലെക്ചറിൻ്റെ ഒരു സ്റ്റൈൽ കൊടുക്കാം. Okay, maybe my options are configuration. ഓക്കെ, എനി പ്രോബ്ലംസ് പറ്റി കഴിഞ്ഞാലുള്ളൊരു യൂഷ്വൽ വേയിൽ രക്ഷപ്പെടാനുള്ള ഭാഗമാണ് ടൂൾസിൽ ക്ലീൻ ഓക്സിലറി ഫയൽസ്. ക്ലീൻ ഓക്സിലറി ഫയൽസ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്ത എല്ലാ ഓക്സിലറി ഫയൽസും അവരെടുത്ത് കളയും. സോ ഓക്സിലറി ഫയൽസ് എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ബിബ് എന്നുള്ള എക്സ്റ്റൻഷൻ കൊടുത്തേക്കാം, റൺ ചെയ്യാം. എന്ത് ചെയ്യാം? Some problem is that ചിലപ്പോൾ ഞാൻ ഉപയോഗിച്ച നേച്ചർ തന്നെ സ്റ്റൈൽ അതിൻ്റെ അതില്ലാത്തതുകൊണ്ടായിരിക്കും. യെസ്,
അപ്പോൾ താങ്ക്സ് അതുൽ പറഞ്ഞാൽ ശരിയാണ്. എൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റൈലില്ല. സോ സ്റ്റൈൽ ഇല്ലെങ്കിൽ എറർ വരും. സോ ഞാനിവിടെ ആപ്പിൾ എന്ന് പറഞ്ഞ സെക്ഷനിൽ ഒരു റെഫറൻസ് കൊടുത്ത് റെഫറൻസ് ബോക്സിൽ 1 ആയിട്ട് വന്നു. സോ അഗെയിൻ ബിബ്ലിയോഗ്രഫി ആയിട്ട് അത് ബാക്ക് എൻഡിൽ ആഡ് ചെയ്യപ്പെടുകയും ചെയ്തു. സോ ഞാൻ ഇവിടെ കൊടുത്തതിൽ ബിബ്ലിയോഗ്രഫി സ്റ്റൈൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അവിടെ നേച്ചർ എന്ന് കൊടുത്തു. പക്ഷേ നേച്ചർ എന്ന് പറഞ്ഞൊരു ഫയൽ എൻ്റെ സിസ്റ്റത്തിൽ ഇല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം അത് കറക്റ്റായിട്ട് വരാത്തത്. ബട്ട് പ്ലെയിൻ മിക്കവാറും എല്ലാത്തിലും ഉണ്ടാവും. അല്ലെങ്കിൽ നേച്ചർ വരേണ്ടതാണ്. എനിവേ മേ ബി നേച്ചർ ഇസ് നോട്ട് ഹിയർ. ഓക്കെ, പ്ലെയിൻ എന്ന് പറയുന്ന സ്റ്റൈൽ കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും വരും. ദാറ്റ് ഈസ് എ ഡിഫോൾട്ട് സ്റ്റൈൽ. സോ കൊടുക്കുക. ബിബ്ലിയോഗ്രഫി ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. നമുക്ക് പല സ്ഥലങ്ങളിൽ മൾട്ടിപ്പിൾ സൈറ്റേഷൻ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ സൈറ്റ് ID എടുത്ത് പേസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ മതി. അത് റിപ്പീറ്റഡ് ആയിട്ട് വരത്തില്ല. കാരണം ബിബ്ലിയോഗ്രഫിയിൽ അത് ഒരു പ്രാവശ്യം എൻ്റർ ആയിട്ടുണ്ട്. പക്ഷേ റെഫറൻസ് നമ്മൾ മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ കൊടുത്തു. ബട്ട് ബിബ്ലിയോഗ്രഫിയിൽ എൻട്രി ഉള്ളൂ, വിച്ച് മീൻസ് അത് റിപ്പീറ്റ് ചെയ്യത്തില്ല. അങ്ങനത്തെ ഒരു ഗുണം നമുക്ക് ഉണ്ട്. സോ ആൾക്കാരുടെ പേരും എല്ലാം അതിൻ്റെ അകത്ത് വന്നു. ആർട്ടിക്കിളിൻ്റെ പേരും അത് എവിടെ പബ്ലിഷ്ഡ് ആയിരുന്നു ID എല്ലാം അതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് എ റിപ്പോർട്ട്. ഇനി നമുക്ക് ആ ഫോൾഡറിലേക്ക് പോയി നോക്കാം. ഇപ്പോൾ കുറച്ച് എക്സ്ട്രാ ഫയൽസുകൾ കയറി വന്നു. .bbl ഫയൽ, BLG ഫയൽ, TOC ഫയൽ, LOT, LOF, LOG അങ്ങനത്തെ പല ഫയൽസ് വന്നതാണ്. ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ്, ലിസ്റ്റ് ഓഫ് ടേബിൾ, അതുപോലെ തന്നെ ടേബിൾ ഓഫ് കണ്ടന്റ്, ഇതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്ര അഡീഷണൽ ഫയൽസ് വന്നത്. അല്ലെങ്കിൽ ടെക്സ്റ്റ് സ്റ്റുഡിയോയിൽ ഓപ്പൺ ആവുന്ന 2 ഫയലുകളുണ്ട്. ഒന്ന് ref.bib, പിന്നെ ഒന്ന് മൈ റിപ്പോർട്ട് main.tech. ref.bib ജസ്റ്റ് ഒരു ബേസിക് ബിബ്ലിയോഗ്രഫി എൻട്രീസ് ആണ്. മൈ റിപ്പോർട്ടാണ് നമ്മുടെ മെയിൻ. നമ്മുടെ റിപ്പോർട്ട് ഒന്ന് PDF-ൽ തുറന്ന് നോക്കാം. സോ ഫസ്റ്റ് പേജ് ഒരു ടൈറ്റിൽ പേജ് പോലെ, സെക്കൻഡ് ഒരു കണ്ടന്റ് ആൻഡ് അതിൽ പിന്നൊരു ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ്, അതുപോലെ തന്നെ ലിസ്റ്റ് ഓഫ് ടേബിൾസ്, അതുപോലെ തന്നെ നമ്മുടെ ഒരു അബ്സ്ട്രാക്ട് നമ്മൾ കൊടുത്തു റിപ്പോർട്ടിന്. യൂഷ്വലി നിർബന്ധം ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിലില്ല. പിന്നെ ചാപ്റ്റർ 1 പ്രോപ്പറായിട്ട് അത് അവിടെ കിടപ്പുണ്ട്. ഇക്വേഷൻസ് ഒക്കെ അതേപോലെ തന്നെ അവിടെ ഉണ്ട്. ആൻഡ് ഫൈനലി ഫിഗേഴ്സ്, ടേബിൾ. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ നമ്മളവിടെ ഐറ്റമൈസ് ചെയ്യാനും അതുപോലെ എന്യൂമറേറ്റ് ചെയ്യാനും പഠിച്ചു. ഫൈനലി നമ്മൾ റെഫറൻസുകളും കണ്ടു. അതൊരു എക്സ്ട്രാ ബിബ്ലിയോഗ്രഫി ആയിട്ട് പിന്നാലെ വരികയും ചെയ്തു. സോ ദിസ് ഈസ് ഹൗ യു മേക്ക് എ റിപ്പോർട്ട്. പിന്നെ അത് എഴുതുന്ന കാര്യങ്ങളെല്ലാം ക്ലീൻ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ലാസ്റ്റ് നമുക്കൊരു എന്തും കൂടെ ക്രിയേറ്റ് ചെയ്യണം, പ്രസൻറ്റേഷനും കൂടെ ക്രിയേറ്റ് ചെയ്യണം. സോ ഇതെല്ലാം നമുക്ക് ക്ലോസ് ചെയ്തേക്കാം. ടെക്സ്റ്റ് സ്റ്റുഡിയോ ക്ലോസ് ചെയ്യാണ്. നമുക്കൊരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ന്യൂ ഫോൾഡർ, ജസ്റ്റ് ഒരു PPT ക്രിയേറ്റ് ചെയ്യണം. PPT ഫോൾഡർ നോക്കാം. അതിൻ്റെ അകത്ത് ഇപ്പോൾ ബ്ലാങ്ക് ആണ്. നമുക്ക് ഇവിടെ നിന്നും വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് പോകട്ടെ. ഒരു നോർമൽ ടെക്സ്റ്റ് ഫയൽ എന്ന പോലെ നമുക്ക് PPT main.tech എന്നിവിടെ ക്രിയേറ്റ് ചെയ്താലും മതി. ടെക്സ്റ്റിലെടുത്തിട്ട് ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. PPT main എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാം. അത് ഓപ്പണായി വരും. നേരത്തെ ലോഡായ PDF ഇവിടെ കിടപ്പുണ്ട്. അത് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കളയാം. കാരണം നമ്മൾ പഴയ ടാബ് ഒന്നും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്ത് കളയാം. നമ്മളതെല്ലാം സേവ് ചെയ്ത് കളയാം. ഓക്കെ, PPT-യിലാണെങ്കിൽ ബേസിക്കലി ഡോക്യുമെന്റ് ക്ലാസ് എന്ന് പറയുന്നത് ഒരു ബീമറാണ്. പക്ഷേ PPT നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കാൻ ഫ്രം സ്ക്രാച്ച് നിന്ന് ഉണ്ടാക്കൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. സോ നമ്മൾ ഇങ്ങനെ ആയിരിക്കില്ല ചെയ്യുന്നത്. പകരം ഫയൽ, ന്യൂ ഫ്രം ടെംപ്ലേറ്റ് എന്നെടുത്തിട്ട് ബീമർ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ബീമർ BEAMER ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് നമ്മുടെ ടെക്കിലേക്ക് ഇടുക. ഒരു അൺടൈറ്റിൽഡ് ടെക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് വേണ്ട. നമുക്ക് ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടി നമ്മുടെ ടെക്കിലേക്ക് വേണ്ട കോപ്പി ചെയ്ത് നമ്മൾ ആ അൺടൈറ്റിൽഡ് അങ്ങോട്ട് ക്ലോസ് ചെയ്യും. ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബീമർ പ്രസൻറ്റേഷൻ സ്റ്റൈല് കൂട്ടാം. അതിനുവേണ്ടി വിസാർഡ്സിൽ ക്വിക്ക് ബീമർ പ്രസൻറ്റേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള കുറേ തീമുകൾ കിട്ടും. ഫസ്റ്റ് തീം ഇതാണ്. അടുത്തൊരു തീം നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു തീം കിട്ടും. വേറെ തീം നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ തീമുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു തീം എടുക്കാം. അല്ല എങ്കിൽ ബേസിക് ആയിട്ടുള്ള നമുക്ക്
തൽക്കാലം ആ ഫസ്റ്റ് തീം തന്നെ, ഫസ്റ്റ് വേണ്ട ഒരു സെക്കൻഡ് തീം അല്ലെങ്കിൽ ഫസ്റ്റ് തീം ആയാലും കുഴപ്പമൊന്നുമില്ല, ബേസിക് ആയിട്ടുള്ളതാണത്. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് തീം എടുക്കാം. നമ്മൾ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ അത് ഒരു അൺടൈറ്റിൽഡ് ടെക്കായിട്ട് ഓപ്പൺ ആവും. നമ്മളത് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ടെക്ക് എവിടെയാണോ അതിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ പഴയത് എഴുതിയത് ഞാൻ കളഞ്ഞു, ആ അൺടൈറ്റിൽ അങ്ങോട്ട് ക്ലോസ് ചെയ്തു, ക്ലോസ് വിത്ത് ആർ സേവ്. ബിക്കോസ് ഒന്നല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫോൾഡറിൽ സേവ് ചെയ്തിട്ട് മുമ്പോട്ട് പോവാം. അതർവൈസ് നമ്മൾ ഏതിലാണോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് അതിൽ തന്നെ ചെയ്യാം. ജസ്റ്റ് റൺ ഇറ്റ് ആൻഡ് യു വിൽ സീ എ പ്രസന്റേഷൻ. ഇത് PDF ആയിട്ടുള്ള പ്രസന്റേഷൻ. നമ്മൾ ടൈറ്റിൽ ഒന്നും കൊടുത്തിട്ടില്ല, എന്നാൽ അതിൽ പറഞ്ഞു കമന്റ് ഔട്ട് ചെയ്യാൻ പെർസെൻറ്റേജ് സിമ്പിൾ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ആ പെർസെൻറ്റേജ് സിമ്പിൾ ആഡ് ചെയ്തതിന് ഒന്നും വരത്തില്ല, അതുകൊണ്ട് ഇവിടെ ഒന്നും വന്നിട്ടില്ല. നമുക്കിപ്പോൾ ജസ്റ്റ് ആ ഓതറിൻ്റെ ഒരു പേര് കൊടുക്കാം, മനോജ്. ടൈറ്റിൽ എന്ന് പറയുന്നത് ഫസ്റ്റ് PPT L4 ലാറ്റെക്. സബ് ടൈറ്റിൽ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇന്ത്യ. ലോഗോ വേണമെങ്കിൽ കൊടുക്കാം, ബട്ട് ഇപ്പം ഞാൻ ലോഗോ സേവ് ചെയ്യാത്തതുകൊണ്ട് ലോഗോ കൊടുക്കുന്നില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് വേണമെങ്കിൽ ലെറ്റ്സ് സേ സം IIT or whatever, wherever you are. ഡേറ്റ് കൊടുക്കണമെങ്കിൽ ഡേറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ /today എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ് വരും. സബ്ജക്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം ഇഗ്നോർ ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാം. ഇത്രയും കൊടുത്തിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ PDF അത്യാവശ്യം കുറച്ച് കാര്യം കൊണ്ട് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഓക്കെ, സോ എൻ്റെ അടിയിലൊരു ടാഗ് പോലെയൊക്കെ ഉണ്ട്, ലൈക്ക് നമ്മുടെ പേര്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഒരു ബ്രാക്കറ്റിലാക്കി കൊടുക്കുക, ടൈറ്റിൽ കൊടുക്കുക, ഇന്നത്തെ ഡേ കൊടുക്കുക, പിന്നെ എത്രാമത്തെ പേജായി എന്നുള്ള 2x2 ആ നമ്പറിങ്, ഇതെല്ലാം പ്രോപ്പറായിട്ട് തന്നെ ഇവിടെ നടക്കും. ഇനി ഇതിൽ ഫ്രെയിംസുകളാണ്, പേജുകൾക്ക് വേറെ ഓരോ ഫ്രെയിമാണ്. സോ അതിന് ബിഗിൻ ഫ്രെയിം, എൻഡ് ഫ്രെയിം എന്നാണ് കൊടുക്കുന്നത്. ഫ്രെയിമിനൊരു ടൈറ്റിലുണ്ട്, ഇൻട്രോ. ടൈറ്റിൽ കൊടുത്താൽ അതൊരു ഫ്രെയിം ടൈറ്റിലായിട്ട് വരും. സോ ഒരു ഫ്രെയിമിൻ്റെ തീം അനുസരിച്ച് ആ മഞ്ഞ കളറിൻ്റെ അകത്ത് ബ്ലൂ കളറിൽ എഴുതുകയാണ്. ഇനി ബിഗിൻ ഫ്രെയിം, എൻഡ് ഫ്രെയിം നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ കോപ്പി ചെയ്തിട്ടിട്ട് ഫ്രെയിം ടൈറ്റിൽ കൊടുക്കാതെ ഒന്ന് 2-3 എൻ്റർ അടിച്ചിട്ട് ഇൻട്രോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഫ്രെയിം ടൈറ്റിലായിട്ടല്ല, അടുത്തൊരു ഫ്രെയിമിൽ മിഡ് പോർഷനിലായിട്ട് വന്ന് കിടക്കും. ബീമറിൻ്റെ ബൈ ഡിഫോൾട്ട് നമ്മൾ എഴുതുന്ന കാര്യങ്ങളെല്ലാം നടുക്കുന്ന വലുതായി വരുന്ന പോലെയാണ് വരിക, അല്ലാതെ അതൊരിക്കലും മുകളിൽ നിന്ന് താഴത്തേക്ക് എഴുതുന്നൊരു സ്റ്റൈലല്ല. നടുക്ക് ആണ് ഫസ്റ്റ് എഴുതുക, എന്നിട്ട് അത് മുകളിലേക്ക് താഴത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ദാറ്റ് ഇറ്റ്സ് ഓൾ സെൻട്രലൈസ്ഡ്. അഗൈൻ നമ്മുടെ PPT ഫോൾഡറിൽ കയറി കഴിഞ്ഞാൽ കുറേ അധികം ആൾക്കാർ ജനറേറ്റ് ആയിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ദ ടെക് പിയർ, നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു തീമൊക്കെ എടുത്തിട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെതായ കുറച്ച് എക്സ്ട്രാ ലോഗ് ഫയൽസ് ഉണ്ടാവും. ബട്ട് ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. അത്തരം ലോഗ് ഫയലൊക്കെ അവിടെ കിടന്നോട്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും ബോദർ ചെയ്യേണ്ട. ജസ്റ്റ് ആ PPT തുറന്ന് നോക്കുക. അപ്പോൾ ആ ഫസ്റ്റ് PDF പേജ് ഉണ്ട്, സെക്കൻഡ് PDF പേജ് ഉണ്ട്, തേർഡ് PDF പേജ് ഉണ്ട്, ആൻഡ് സോ ഇങ്ങനെ നമുക്ക് ഫർദർ PPTs ക്രിയേറ്റ് ചെയ്യാം. ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇപ്പോൾ നമുക്ക് മൈ റിപ്പോർട്ടിൽ നിന്ന് ആ ഇമേജ് കൊണ്ടുവന്ന് അവിടെ ഇടാം. കോപ്പി ചെയ്തിട്ട് ഞാൻ എൻ്റെ PPTയുടെ അകത്ത് ആ ഇമേജ് ഫോൾഡറിൽ കൊണ്ടുവന്നിടുകയാണെന്ന് എടുക്കാം. സോ ഇഫ് ഐ വോണ്ട് ഇൻക്ലൂഡ് ഒരു ഇമേജിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബിഗിൻ ഫ്രെയിം, എൻഡ് ഫ്രെയിമിൻ്റെ അകത്ത് /begin figure, end figure, അതിൻ്റെ അകത്ത് /include graphics, അതിൽ ഇമേജസ് എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ അകത്ത് fig1 എന്തെന്നാണ് ഞാൻ പറയുന്നത്. അത് റൺ ചെയ്യും, ബേസിക്കലി ആ പേജിൽ ആ ഫിഗർ വരും. ഇപ്പം നോക്കിയാൽ അതിൻ്റെ അകത്ത് അറിയാം നമ്മളിവിടെ യൂസ് പാക്കേജ് ഗ്രാഫിക്സ് കൊടുത്തിട്ടില്ല, ബട്ട് സ്റ്റിൽ ഗ്രാഫിക്സ് വന്നല്ലോ എന്ന് ചോദിക്കും. ബീമറിൻ്റെ അകത്ത് ചിലപ്പോൾ യൂസ് തീമിൻ്റെ അകത്ത് ആ ഗ്രാഫിക്സ് പാക്കേജ് ഓൾറെഡി ഉണ്ടാവും, അതുകൊണ്ടായിരിക്കാം അങ്ങനെ വന്നത്. അല്ല എങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അഗൈൻ യൂസ് പാക്കേജ് ഗ്രാഫിക്സ് അവിടെ കൊടുക്കണം. അതുപോലെ തന്നെ യൂസ് പാക്കേജ് AMS മാത്ത് കൊടുക്കുക. ചിലപ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് നമ്മൾ എടുക്കുന്ന തീം അല്ലെങ്കിൽ ആ ഒരു യൂസ് പാക്കേജ് എൽ മോഡേൺ അല്ലെങ്കിൽ ചില തീമിൻ്റെ അകത്ത് ബൈ ഡിഫോൾട്ടായിട്ട് ഫർദർ പാക്കേജസ് ഉണ്ടാവും. ഇല്ല എങ്കിൽ നമ്മൾ ആ പാക്കേജസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ റെപ്ടെക് എടുക്കുകയാണെങ്കിൽ AMS മാത്ത് അതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ടാവും.
പക്ഷേ നമ്മൾ നോർമൽ ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എം എസ് മാത്ത് ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. സോ ഇങ്ങനെയാണ് നമുക്കൊരു പി പി ടി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുക. നമ്മൾ നേരത്തെ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇതിനകത്തേക്ക് വരും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഞാൻ സമയം കുറച്ച് അതിക്രമിച്ചു എന്നറിയാം, ബട്ട് സ്റ്റിൽ നമ്മുടെ റിപ്പോർട്ടിൽ നിന്ന് കുറച്ച് കാര്യങ്ങളും കൂടെ കോപ്പി ചെയ്തെടുക്കാം. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു എന്യൂമറേറ്റ് ഇക്വേഷൻസ് കൊടുക്കണമെന്ന് കരുതുക. ഇപ്പോൾ നമ്മൾ ഈ 2 ഇക്വേഷൻസ് എടുത്ത് ഒരു ഫ്രെയിമിൽ ആഡ് ചെയ്യുകയാണെന്ന് കരുതുക. സോ അതൊരു അഡീഷണൽ ബിഗിൻ ഫ്രെയിം എൻഡ് ഫ്രെയിം സ്ലാഷ് ബിഗിൻ ഫ്രെയിം എൻഡ് ഫ്രെയിമിൻ്റെ അകത്ത് നമ്മൾ ആ ഇക്വേഷൻസ് കൊടുക്കും. സോ ലെറ്റ് സി ഹൗ ആൻ ഇക്വേഷൻ അപ്പിയേഴ്സ്. ഇക്വേഷൻ കുറച്ചും കൂടെ വലുതായിട്ട് ഇക്വേഷൻ നമ്പറോട് കൂടി തന്നെ ഇവിടെ വരും. ഇവിടെ നമ്മളൊരു ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ ആ ഫ്രെയിമിൻ്റെ ഒപ്പം തന്നെ ഒരു ബ്രേസസ് ഇട്ട് കൊടുത്താൽ മതി. ഫ്രെയിം ടൈറ്റിൽ നിന്ന് കൊടുക്കണം എന്ന് നിർബന്ധമില്ല, അല്ലാതെ തന്നെ നമുക്കൊരു ഫ്രെയിം ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ നേരത്തെ ഇൻട്രോയുടെ ഭാഗത്ത് ഫ്രെയിം ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടാണ് ഇൻട്രോ കൊടുത്തത്. അല്ലാതെ ജസ്റ്റ് ആ ഫ്രെയിമിൻ്റെ ഒപ്പം തന്നെ കൊടുത്താലും അത് ആ ഒരു ഫ്രെയിം ടൈറ്റിലായിട്ട് റെക്കഗ്നൈസ് ചെയ്ത് ഒരു സിസ്റ്റമായിട്ട് വരും. ഒരു ടേബിൾ കൊടുക്കുകയാണെങ്കിൽ ബിഗിൻ ഫ്രെയിം എൻഡ് ഫ്രെയിം, അതിൻ്റെ അകത്തേക്ക് നമ്മുടെ പഴയ ഇതിൽ നിന്നൊരു ടേബിൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എടുക്കണം. സോ ബിഗിൻ ടേബിൾ എൻഡ് ടേബിൾ ഉണ്ട്. സോ അടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് കോപ്പി പേസ്റ്റ് ചെയ്യും. ബിക്കോസ് ഐ ആം ടു ലേസി ടു ടൈപ്പ്. സോ ആ ടേബിൾ അവിടെ വരും. സോ നമ്മൾ ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് ആ ടേബിളിന് അവിടെ വന്നു. ഫിഗറിന് നമ്മൾ ക്യാപ്ഷൻ കൊടുത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഫിഗറിന് പേരൊന്നും വരാഞ്ഞത്. കാരണം നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തതല്ല, അന്നേരം നമ്മൾ ടൈപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ ആ ഫിഗറിന് നമ്മൾ ആ ക്യാപ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ക്യാപ്ഷൻ ഒന്ന് അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ക്യാപ്ഷൻസ് ഉണ്ടെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് ചേർക്കാം. സോ ആ ഫിഗറിന് ഒരു ക്യാപ്ഷൻ കിട്ടും. സോ ഇങ്ങനെയാണ് പി പി ടീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ടേബിൾ ക്രിയേറ്റ് ചെയ്യാം, ഇക്വേഷൻസ് ടൈപ്പ് ചെയ്യാം, അതുപോലെ തന്നെ ഫിഗേഴ്സ് ആഡ് ചെയ്യാം. നമ്മുടെ ഫ്രണ്ട് പേജ് അഗെയിൻ അതിൻ്റെ തന്നെ നമുക്ക് ലിസ്റ്റ് ഓഫ് ടേബിൾസ് ഒക്കെ പൊതുവേ കൊടുക്കാം, നിർബന്ധമില്ല. യൂഷ്വലി പി പി ടിയിലെ ലിസ്റ്റ് ഓഫ് ടേബിൾസും ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ബട്ട് ഇഫ് സം റിക്വയർമെൻറ്റ്സ് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. ഇറ്റ്സ് ഓൾ അപ്പ് ടു യു വെദർ യു വാണ്ട് ടു ഡു ഇറ്റ് ഓർ നോട്ട്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു മേക്ക് എ പി പി ടി. ആൻഡ് നമ്മളിന്നൊരു ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യാനും കണ്ടു. ഇതെല്ലാം നമ്മുടെ സിസ്റ്റത്തിൽ സേവ്ഡ് ആയിട്ടുണ്ട്. സോ നമ്മൾ ആ ഫസ്റ്റ് എല്ലാം ക്ലോസ് ചെയ്യുകയാണ്. നമ്മളപ്പോൾ 3 കാര്യങ്ങൾ ചെയ്തു. സോ മൈ ആർട്ടിക്കിൾ, മൈ റിപ്പോർട്ട്, മൈ പി പി ടി. മൈ പി പി ടി തുറന്ന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ആ പി പി ടി ഉണ്ട്. പി പി ടി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ അത് പ്രസൻറ്റേഷൻ മോഡൽ ഇട്ട് നോക്കാം. പ്രസൻറ്റ് ആസ് സ്ലൈഡ് ഷോ. സോ ഫസ്റ്റ് സ്ലൈഡ്, സെക്കൻഡ് സ്ലൈഡ്, തേർഡ് സ്ലൈഡ്, ഫോർത്ത് സ്ലൈഡ് ആൻഡ് ഫിഫ്ത്ത് സ്ലൈഡ്. സോ 5ാം സ്ലൈഡത്തെ ഇപ്പോൾ നിന്നപ്പോൾ സ്ലൈഡ് നമ്പർ 5 ഔട്ട് ഓഫ് 5 എന്ന രീതിയിൽ നമുക്ക് അവിടെ കാണാം. എസ്കേപ്പ് അടിച്ച് പോകുന്നു, ഡോക്യുമെൻ്റ് ക്ലോസ് ചെയ്യും. സോ എവറിത്തിങ് ഈസ് ദർ. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഓക്സിലറി ഫയലുകളിൽ TOC, GZ അങ്ങനെ കാണുന്ന ഈ ഫയൽസ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല പറയുന്നത്. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ .tech മാത്രം ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു PDF ഫയലിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ, പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ അത് 137 KB ഉണ്ട്. ചെറിയൊരു PDF ആണ്. സോ ദാറ്റ് ഈസ് 137 KB. ഓക്കെ, ദാറ്റ് ഈസ് റീസണബിൾ. നമ്മൾ ടെക്കിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് 1.4 KB ഉള്ളൂ. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് 100 times ലോവർ ആണ്. സോ യൂസ് വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഫിഗേഴ്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിഗേഴ്സും കൂടെ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഫിഗറിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ ഫിഗറിൻ്റെ സൈസ് ജസ്റ്റ് 46 KB ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ഫയൽ ഒരാൾക്ക് അയച്ചു കൊടുക്കും. നമ്മൾ Gmail വഴി അയച്ചു കൊടുക്കുമ്പോൾ 25 MB ഒക്കെയാണ് ഫയൽ ലിമിറ്റ്. അപ്പോൾ നമ്മൾ ഈ സോഴ്സ് ഫയൽ ജസ്റ്റ് ഈ പി പി ടി എന്ന് പറയുന്ന ഈ സോഴ്സ് ഫയൽ നോക്കുകയാണെങ്കിൽ, അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ അത് 246 KB ഉണ്ട്. ഓക്കെ, 246 KB. ഞാൻ അതിൻ്റെ ഒരു എക്സ്ട്രാ കോപ്പി ക്രിയേറ്റ് ചെയ്യുകയാണേ. പി പി ടി ഞാൻ മെയിൽ അയക്കാൻ വേണ്ടി ഒരു പി പി ടി ഉണ്ടാക്കുകയാണെന്ന് കരുതുക. ഒരാൾക്കൊരു പി പി ടി ഉണ്ടാക്കി മെയിൽ അയച്ചു കൊടുക്കണം. അയാളുടെ കയ്യിലും ടെക്സ്റ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പി പി ടി ഇമെയിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഇതിൽ അനാവശ്യമായിട്ടൊന്നല്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്യാത്ത എല്ലാ ഫയലുകളും ഞാൻ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ ആ പി പി ടി എല്ലാം ഡിലീറ്റ് ചെയ്തു. ജസ്റ്റ് ആ ടെക്സ്റ്റ് ഫയൽ ഇമേജസ് മാത്രമാക്കി. സോ പി പി ടി ഇമെയിൽ എന്ന് പറയുന്നത് ജസ്റ്റ് എത്രയാണ്, 56 KB ഉള്ളൂ, 56 KB ഉള്ളൂ. ഓക്കെ, പി പി ടി നമ്മൾ ഒറിജിനൽ ക്രിയേറ്റ് ചെയ്ത ആ ഒരു
PPT തന്നെ 100 KB അടിക്കേണ്ടത്. സോ ഇത് വളരെ സ്മോൾ ആണ്, എന്നാലും വലിയ വലിയ ഫയലുകൾ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഇതൊന്ന് കംപ്രസ് ചെയ്ത് അയച്ചാൽ മാത്രം മതി. സച്ച് ദാറ്റ് ആ പുള്ളിക്ക് അത് കിട്ടുമ്പോൾ ആ പുള്ളി നോക്കുമ്പോൾ ഒരു PPT.main മാത്രമേ ഉള്ളൂ. പുള്ളി അത് ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു, പുള്ളിയുടെ ടെക്കിൽ ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ ഓക്സിലറി ഫയൽസ് ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ആ മെയിൻ ടെക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പുള്ളി അത് അവിടെ നിന്ന് റൺ ചെയ്താലും പുള്ളിക്ക് അവിടെ ആ ഒരു PPT കിട്ടും. സച്ച് ദാറ്റ് ഫയലൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫയൽസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പൊതുവെ ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ ടെക്ക് പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ ടെക്ക് ഫയൽ അങ്ങോട്ട് അയച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ പലരും അങ്ങനെ ചെയ്യാറുണ്ട്. സോ അതൊരു ഈസി വേ ഓഫ് ഫയൽ ട്രാൻസ്ഫർ ആണ്. കാരണം ചില കുട്ടികൾക്ക് നെറ്റിന്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒരു കൺവീനിയൻസ് ഒക്കെയാണ് ടെക്കിന്. ഒപ്പം തന്നെ നല്ല ഭംഗിയുള്ള പ്രസന്റേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനും പറ്റും. ഇത്രയാണ് എൻ്റെ ഒരു പ്രസന്റേഷൻ ഞാൻ ഉദ്ദേശിച്ചത്. സോ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഡിസ്കഷൻ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം, ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. ടെക്കിനെ കുറിച്ച് എന്തറിയണമെന്നുണ്ടെങ്കിലും ഗൂഗിൾ ചെയ്താൽ മതി. ഹൗ ടു മേക്ക് എ ടേബിൾ. സോ ഹൗ ടു എന്ന് കൊടുക്കണമെന്ന് പോലുമില്ല, ടേബിൾ ലാറ്റെക്. ഓവർലീഫ് എന്നുള്ളൊരു ടാഗും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ബിക്കോസ് ഓവർലീഫ് വരെ അത്യാവശ്യം നല്ല രീതിയിൽ ഡോക്യുമെന്റ് ചെയ്യാറുണ്ട്. ഓവർലീഫ് നമുക്ക് ഇന്നലെ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ഓവർലീഫ്, ഹൗ ടു യൂസ് ഓവർലീഫ്. ഒരു ഓൺലൈൻ ലാറ്റെക് എഡിറ്റർ ആണ്. ടേബിൾസ് ഓവർലീഫ് എന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ ഹൗ ടു ക്രിയേറ്റ്, നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അതിന് വളരെ സിമ്പിൾ സ്റ്റെപ്സിൽ എന്ത് കോഡ് കൊടുക്കണം, എന്ത് ഔട്ട്പുട്ട് കിട്ടുമെന്ന് ഓവർലീഫിൻ്റെ ഡോക്യുമെന്റേഷനിൽ ഉണ്ടാവും. ഓവർലീഫ് ഒരു പെയ്ഡ് സിസ്റ്റം ആണ്, ബട്ട് നമുക്ക് കുറേയൊക്കെ ഫ്രീ ആയിട്ടൊക്കെ ഉപയോഗിക്കാം. ബേസിക്സ് എല്ലാം ഫ്രീ ആണ്. പക്ഷേ അതിൻ്റെ ഫുൾ ഫ്ലെഡ്ജിലൊക്കെ ഉപയോഗിക്കണമെങ്കിൽ പെയ്ഡ് കൊളാബറേറ്റ് ചെയ്തൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മൾട്ടിപ്പിൾ പീപ്പിളിന് ഒരേ സമയം എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ അതും ബേസിക് അപ് ടു സർട്ടൻ പീപ്പിൾ എമൗണ്ട് ഒക്കെ ഫ്രീ ആണ്. ബട്ട് ഫർദർ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെയ്ഡ് ആണ്. ബട്ട് നോട്ട്ലെസ് നമുക്ക് ഫ്രീ മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ ഉപയോഗിക്കാം. സോ ഓവർലീഫിൻ്റെ ഒരു ടാഗും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഓവർലീഫിൻ്റെ ഒരു ഡോക്യുമെന്റേഷൻ വരും. വളരെ നീറ്റ് ആയതുകൊണ്ടാണ് ഓവർലീഫിന് ഞാൻ കൊടുക്കാൻ പറയുന്നത്. ഓവർലീഫ് കൊടുത്തില്ല എങ്കിൽ മിക്കവാറും സ്റ്റാക്ക് എക്സ്ചേഞ്ചിൽ വല്ലതൊക്കെ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇപ്പോൾ ഓവർലീഫ് കൊടുത്തോണ്ടായിരിക്കും അങ്ങനെ വന്നത്. ബട്ട് വേറെ എവിടെയെങ്കിലും മിക്കവാറും ഏതെടുത്ത് നോക്കിയാലും നല്ലൊരു ടേബിളിനെ കുറിച്ചുള്ളൊരു ലാറ്റെക്കിൽ എന്ത് കമാൻഡ് കൊടുത്താൽ ടേബിൾ കിട്ടും. സോ ബേസിക്കലി എല്ലായിടത്തും സെയിം തന്നെയാണ് വരുന്നത്. ആ ബിഗിൻ ടാബുലർ, എൻഡ് ടാബുലർ. ടേബിളിന് അത്രയും മാത്രമേ ഉള്ളൂ. അത് ടേബിൾ ആണ് എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ആ ബിഗിൻ ടേബിൾ, എൻഡ് ടേബിൾ എന്നൊക്കെ കൊടുത്തത്. സോ ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തെങ്കിലും ബേസിക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. ബിക്കോസ് ഞാൻ ഇതൊരു യൂസറാണ്, ഞാനിത് ക്രിയേറ്റ് ചെയ്ത ആളൊന്നുമല്ല. സോ എനിക്കിപ്പോഴും കുറേ ഡൗട്ട്സുകളുണ്ട്. ഫർദർ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതർവൈസ് നമുക്ക് പിരിയാം. ഓക്കെ, ഞാൻ ഇത്രയേ ഉള്ളൂ എൻ്റെ പ്രസൻറ്റേഷൻ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ പ്രസൻറ്റേഷൻ സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ചോദിക്കണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. അതുൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? മേ ബി ഞാൻ പറയാത്ത എന്തെങ്കിലും അതുൽ ഇപ്പോൾ ഓർക്കുന്നുണ്ടെങ്കിൽ അതുലിനെ ആഡ് ചെയ്യാം. ഓക്കെ, ബിഗിനർ ലെവല് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഫൈൻ. കൂടുതലുണ്ട്, ഒരുപാട് അതാണ് പ്രശ്നം. റൈറ്റ്. അപ്പോൾ ഇനി ഫർദർ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ കണ്ട കുറച്ച് കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മൾ ആ ഗിറ്റ് ഹബ് പേജിൽ അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ ഓൾമോസ്റ്റ് നല്ലൊരു ഡോക്യുമെന്റേഷൻ കിട്ടുന്നതായിരിക്കും. അത് വെച്ച് നമുക്ക് ഫർദർ പ്രോഗ്രസ് ചെയ്ത് പോവാം. So thank you very much. Thank you Poetry of Reality for giving this opportunity. So okay. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ആൾക്കാരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം.